ഓൺലൈൻ ക്ലാസ്സിന്റെ ഒഫീഷ്യലി നമ്മളൊരു മൊഡ്യൂൾ നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. മാക്രോ എക്കണോമിക്സിന്റെ സിലബസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ഓഫ് ദി മേജർ ഏരിയാസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഏതാ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് ടൈം ആണെങ്കിൽ പോലും ഏകദേശം ഒരു 3ഓളം ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ബട്ട് 3 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന കുറച്ചൊരു അത്രയൊരു കോമൺ പാറ്റേൺ അല്ല. സാധാരണഗതിയിൽ നമുക്ക് എന്താണ് അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ചോദിക്കാറില്ല. ബട്ട് അറ്റ് ദ സെയിം ഡേ നമ്മളെ സംബന്ധിച്ച് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ മാക്രോ എക്കണോമിക്സിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 100% ഉറപ്പിക്കാം. ആൻഡ് ദെൻ സംടൈംസ് ഇത് 2ലേക്ക് എത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ലാസ്റ്റ് ടൈമിൽ 3 ക്വസ്റ്റ്യൻ ഇവിടുന്ന് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ആ ഷെഡ്യൂൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മീറ്റിംഗ് ഞാൻ അറേഞ്ച് ചെയ്തപ്പോൾ തന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ എനിവേ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ടൈമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് മുതൽ ഫുൾ ആയിട്ട് ഓൾമോസ്റ്റ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് UGC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങ് സോൾവ് ചെയ്ത് നമുക്ക് അതിലേക്ക് നമുക്ക് വരാം. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് us see. ഹിയർ വി ഗോ. സോ ഇതാണ് നമുക്ക് ലാസ്റ്റ് ടൈം ചോദിച്ച ഇപ്പൊ കൺകൂടിയിരിക്കുന്ന ഡിസംബർ എക്സാമിലെ വൺ ഓഫ് ദി ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞു 3 ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ചോദിച്ചിരുന്നു, അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് കാണുമ്പോൾ നമുക്ക് ഏതൊരു സ്റ്റുഡന്റിനും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഏജൻസി ഈസ് റെസ്പോൺസിബിൾ ഫോർ കമ്പ്യൂട്ടിംഗ് നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിൾ ഏജൻസി ഏതാണ്? ആൻഡ് ദെൻ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. RBI തന്നിട്ടുണ്ട്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉണ്ട്, നിതി ആയോഗ് ഉണ്ട്, ആൻഡ് ദെൻ CSO അവിടെ തന്നിട്ടുണ്ട്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ ഇത് വളരെ ലളിതമായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏതൊരു സ്റ്റുഡന്റിനും ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് ഈസി ആയിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റിന്റെ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട മാറ്റമായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ടൈം ക്ലാസ്സിലുണ്ടായിരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ ക്ലാസ് റൂമിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇവിടെ അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ സെഷൻ മാൻഡേറ്ററി അല്ല. ഓക്കെ, അപ്പൊ അവിടെ ഞാൻ ഡിസ്കസ് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ CSO ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആർക്കും അറിയാവുന്നതാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് അതിന്റെ റെസ്പോൺസിബിൾ നോഡൽ ഏജൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതെന്താണ്? പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഉറപ്പായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മേജർ കോൺസെപ്റ്റ് അതിൽ നിന്ന് മിസ്സിംഗ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് റീസെന്റ് ആയിട്ട് നടന്നിരിക്കുന്ന വൺ ഓഫ് ദി മേജർ ഡെവലപ്മെന്റ്സ് അവരവിടെ എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റും ആ ക്വസ്റ്റ്യനിൽ? അതായത് എന്റെ പോയിന്റ് ഇതാണ്, UGCയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും അപ്ഡേറ്റഡ് അല്ല, ഒരു ഔട്ട്ഡേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ ആ ക്വസ്റ്റ്യനിലെ പ്രശ്നം? ഇന്ത്യയിൽ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിൾ ഏജൻസി ആരാന്ന് ചോദിച്ചതിന് ശേഷം RBIയും നിതി ആയോഗും മിനിസ്ട്രി ഓഫ് ഫിനാൻസും CSOയും തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണെങ്കിലും അതിൽ നമ്മൾ അടുത്ത എക്സാമിന് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു മേജർ പോയിന്റ് ഉണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യം. ഈ ക്വസ്റ്റിന്റെ ആൻസർ അത് ആർക്കും അറിയാവുന്നതാണ്. പക്ഷെ അടുത്ത എക്സാമിൽ നമ്മൾ അറിയപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആ ക്വസ്റ്റ്യനിൽ മിസ്സിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 നടന്ന ഒരു അപ്ഡേഷൻ ഉണ്ട്. ആ അപ്ഡേഷൻ പരിഗണിക്കാതെയാണ് 2024 ഡിസംബറിൽ വീണ്ടും 5 വർഷത്തിന് ശേഷം അവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ ആ ക്വസ്റ്റ്യനിലെ അപ്ഡേഷൻ ഇഷ്യൂ എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പോഴും ഇന്ത്യയിൽ CSO ആണോ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്? ആണോ? ഇന്ത്യയിൽ CSO അല്ല. നമുക്ക് നേരത്തെ 2 സ്റ്റാറ്റിസ്റ്റിക്കൽ വിങ് ഉണ്ടായിരുന്നു. CSO ഉണ്ടായിരുന്നു, NSSOയും ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? CSOയും NSSOയും. ഈ CSOയും NSSOയുടെ 2019 മെർജ് ചെയ്ത് ഇപ്പൊ ഒറ്റ എൻറ്റിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷണൽ ഓഫീസ്, അവരാണ് ഇപ്പം ഇന്ത്യയിൽ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷന്റെ നോഡൽ ഏജൻസി അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഏജൻസി എന്ന് നമുക്കവിടെ പറയാൻ സാധിക്കും. അപ്പം ഈ പോയിന്റ് പരിഗണിക്കാതെയാണ് UGC ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 2019 നടന്നിരുന്ന ഒരു മെർജിങ് അപ്ഡേഷൻസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഔട്ട്ഡേറ്റ് ആയ ക്വസ്റ്റ്യൻസ് അവർ വീണ്ടും ചോദിക്കുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിന്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഇനി അടുത്ത എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏറ്റവും മേജർ പോയിന്റ് അത് തന്നെയാണ്. അതാണ് ഞാനിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മേജർ ആയിട്ടുള്ള പോയിന്റ് ഇതാണ് കേട്ടോ. സോ ഞാൻ ഇതിന്റെ ഒരു ഡിസ്കഷനിലേക്ക് വരാം. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് നമുക്ക് പൂർണ്ണമായിട്ടും അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം കേട്ടോ. സോ അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഏത് കുട്ടിക്കും അറിയാവുന്നതാണ്. വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ആണ് CSO ആണെന്നുള്ളത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഔട്ട്ഡേറ്റഡ് ആണ്. 2019 നടന്ന മെർജിങ്, ആ മെർജിങ്ങിനെ കുറിച്ച് മെൻഷൻ ചെയ്യാതെ അതിനു മുമ്പുള്ള അതേ ഫോർമാറ്റിൽ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം. അപ്പൊ നമ്മളിവിടെ പഠിക്കേണ്ടതും അതാണ്.
ഇനി ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ CSOയും NSOയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൻസർ ഉറപ്പായിട്ട് ഏതായിരിക്കും? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഓർഗനൈസേഷൻ ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. കേട്ടോ? സോ അപ്പൊ ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത് 2019 നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മെർജർ ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ആ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനുമായിട്ട് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ ഇന്ത്യ ഇപ്പൊ പരിഗണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് 2008 UN ഫ്രെയിംവർക്ക് സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട 2008 UN ഫ്രെയിംവർക്ക് ആണ് നാഷണലൈസ്ഡ് സ്റ്റാൻഡർഡൈസേഷൻ ഫോംസിൽ നമ്മൾ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ അതിന്റെ പാർട്ടായിട്ടാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏത് മെർജിങ് നടന്നിട്ടുള്ളത്? NSSOയും CSSOയുടെ മെർജ് ചെയ്ത് ഇപ്പം ഒരൊറ്റ ഏജൻസി ആയിട്ട് മാറിയിരിക്കുന്നു. ഏതാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഏത് മിനിസ്റ്ററുടെ കീഴിൽ തന്നെ വരുന്നത്? പഴയ CSO ഉണ്ടായിരുന്ന പോലെ തന്നെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സും പ്രോഗ്രാം ഇലിമിനേഷൻ തന്നെയാണ് ഇവിടുത്തെ മിനിസ്ട്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. പക്ഷെ പണ്ടുണ്ടായിരുന്ന CSOയും NSSOയുടെ മെർജ് ചെയ്ത് ഇപ്പൊ എന്തായിട്ട് മാറിയിരിക്കുന്നു? NSO ആയിട്ട് മാറിയിരിക്കുന്നു. ഇതാണ് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വൺ ഓഫ് ദി അപ്ഡേഷൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്ഡേഷൻസ് എന്ന് ഞാൻ പറയുമ്പോഴും അത് UGCയുടെ പെർസ്പെക്റ്റീവ്സിലാണ്. ഈ മെർജിങ് നടന്നതിന് ശേഷം ഏകദേശം 5 വർഷമായി. 2019 ഇതിന്റെ മെർജിങ് നടന്നിരിക്കുന്നത്. അതുപോലും പരിഗണിക്കാതാണ് ലാസ്റ്റ് ടൈം UGC ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ഇപ്പോൾ ഡീൽ ചെയ്യുന്ന ആരാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO ആണ്. അവരാണ് ഇതിന്റെ റെസ്പോൺസിബിൾ നോഡൽ ഏജൻസി ആയിട്ട് നമുക്കവിടെ പറയാനായിട്ട് സാധിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ NSOയുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ലാർജ് സ്കെയിൽ സർവേസും പ്രധാനമായിട്ടും കണ്ടക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഇനി മുതൽ ആർക്കാണ്? NSOയ്ക്കാണ്. ഓക്കെ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആൻഡ് ദെൻ അതേപോലെ തന്നെ അതിന്റെ കമ്പ്യൂട്ടേഷൻ, GDP, GB ഇതേപോലുള്ള എല്ലാ കാര്യങ്ങളും ആൻഡ് ദെൻ അതേപോലെ തന്നെ പിന്നീട് ഇവിടെ പറഞ്ഞേക്കുന്ന നോക്കി അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ, സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എല്ലാ ഒരു കമ്പ്യൂട്ടേഷനും അനാലിസിസും ഡാറ്റയും അതിന്റെ ഒരു സർവേയും എല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? NSOയുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ കോർഡിനേഷൻ വിത്ത് ദി സ്റ്റേറ്റ് ആർ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിൽപ്പെട്ട കോർഡിനേഷനും ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്, NSO ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഏറ്റവും മേജർ അപ്ഡേഷനും അത് തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് നോക്കി ഏതൊക്കെയെന്നുള്ള കാര്യങ്ങൾ: GDPയുടെ എസ്റ്റിമേഷൻ, സെക്ടറൽ കോൺട്രിബ്യൂഷൻ ആൻഡ് ദെൻ നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്ത്യ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്ലോബൽ സ്റ്റാൻഡേർഡിനോട് മാച്ച് ചെയ്യുന്നതാണ്. ഗ്ലോബൽ സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2008 UN ഫ്രെയിംവർക്ക്, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഏതാണ്? നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന ഈ പറഞ്ഞിരിക്കുന്ന NSOയിലേക്ക് വരാനുള്ള ഒരു മേജർ റീസൺ തന്നെ ആ 2008 അഡാപ്റ്റേഷൻ നമുക്കവിടെ വന്നുകൊണ്ടാണ്. ആൻഡ് ദെൻ പിന്നെ അതേപോലെ തന്നെ ബേസിക് റിവിഷൻസ് പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഇപ്പം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിൾ. അപ്പൊ പണ്ട് CSO ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ആരാണ് ചെയ്യുന്നത്? NSO ആണ് ചെയ്യുന്നത്. അപ്പം NSO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നേരത്തെ ഉണ്ടായിരുന്ന CSOയും NSSOയും കൂടെ എന്ത് ചെയ്തിരിക്കുന്നു? മെർജ് ചെയ്തിരിക്കുന്നു. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഇതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യയുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എടുക്കുമ്പോൾ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ചേഞ്ചസ്, ആ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണ് നമ്മളിപ്പോൾ അവിടെ എന്ത് ചെയ്യപ്പെട്ടത്? ഡിസ്കസ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് വരും ഞാൻ പ്രധാനപ്പെട്ട അഡീഷണൽ ഇൻഫർമേഷൻ ഞാൻ അവിടെ ഷെയർ ചെയ്യാം. ആ ക്വസ്റ്റിന്റെ പൂർണ്ണമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പഠിക്കേണ്ട അഡീഷണൽ പോയിന്റുകളിലേക്ക് വന്നതിനും ഇന്ത്യയുടെ നാഷണൽ ഇൻകം മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേഷൻസ് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. എഴുതിയെടുത്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്, കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ, ഇന്ത്യ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആണ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റിൽ. ഓക്കെ, നമുക്കൊരു ഇൻഫോർമൽ എക്കോണമിയുടെ പ്രസൻസ് ഇന്ത്യയിൽ വളരെയധികം കൂടുതലായതുകൊണ്ട് പല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു ഇന്ത്യയുടെ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ. കാരണം നമുക്ക് ഡിജിറ്റലൈസേഷനൊക്കെ പെനട്രേഷൻ വളരെയധികം കുറവായിരുന്നു, മാനുവൽ ഡാറ്റ എൻട്രി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പല കാര്യങ്ങളിലും ഇന്ത്യക്ക് നാഷണൽ ഇൻകം അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിനോട് മാച്ച് ചെയ്യുന്നതിന് പലതരത്തിൽപ്പെട്ട എന്തുണ്ടായിരുന്നു? ഇൻകൺവീനിയൻസസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വന്നു. അത് എന്നു മുതലാണ്? ഇന്ത്യ ഇപ്പൊ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യുന്ന നാഷണൽ ഇൻകം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഏതാണ്? സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ് ആണ്. സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ്
SNA എന്ന് പറയും. SNA എന്ന് വെച്ച് കഴിഞ്ഞാൽ 2008 UN ഫ്രെയിം വർക്കാണ്. അതായത് ഒരു രാജ്യം നാഷണൽ ഇൻകം കമ്പ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഏത് തരത്തിൽപ്പെട്ട ഇക്വേഷൻസ് യൂസ് ചെയ്യണം, അതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഡാറ്റ കളക്ഷൻസ് എങ്ങനെയായിരിക്കണം, ആൻഡ് ദെൻ അതേപോലെ തന്നെ ഡബിൾ കൗണ്ടിങ് പോലുള്ള കാര്യങ്ങൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം എക്സാക്ട്ലി എന്തായിരിക്കണം, ഗ്ലോബൽ സ്റ്റാൻഡേർഡോട് മാച്ചിങ് ആയിരിക്കണം. അപ്പം ഇന്ത്യ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് 2008 സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ് ആണ്. ഈ സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എക്സാക്ട്ലി ഇവിടെ എന്ത് വന്നിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ CSO ഇല്ല, പകരം NSO ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മേജർ ആൻസർ ഇതാണ് കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് CSO ആൻസർ ആയെന്നുള്ള ആർക്കും കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മൾ ഇവിടുത്തെ പോയിന്റ് ഓഫ് വ്യൂ അതല്ല, ഇവിടെ നമ്മുടെ അടുത്ത എക്സാം അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ്. അപ്പൊ എന്തുകൊണ്ട് NSO മാറി CSO വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ബേസ് റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഓഫ് സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ് ആണ്. 2008 ഫ്രെയിം വർക്ക് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നാഷണൽ ഇൻകം അക്കൗണ്ടിൽ നമ്മൾ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വരുത്തേണ്ടതുണ്ട്. സോ അതിന്റെ പാർട്ടായിട്ട് ഒരു സ്റ്റാൻഡർഡൈസേഷനും നമ്മൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതിന്റെ പാർട്ടായിട്ട് നമുക്ക് ഈ മെർജിങ് വന്നിരിക്കുന്നത്. അപ്പം 2019 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കീഴിൽ തന്നെ വരുന്നിരിക്കുന്ന ഈ പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന 2 എൻറ്റിറ്റികളുണ്ട്. ഏതൊക്കെയാണ്? CSOയും NSSOയും അല്ലെ. രണ്ടുകൂടെ ചേർന്നായിരുന്നു നമ്മൾ നേരത്തെ അവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടുകൂടെ ബ്ലെൻഡ് ചെയ്ത് നമ്മളിപ്പോൾ എന്താക്കി മാറ്റി, ഒരൊറ്റ എൻറ്റിറ്റി ആക്കി മാറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നേരത്തെ CSO ഉണ്ടായിരുന്നപ്പം അവരായിരുന്നു നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കമ്പ്യൂട്ടേഷൻ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ആനുവൽ സർവേ ഇൻഡസ്ട്രീസ് അവരാണ് ചെയ്തിരുന്നത്. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഈ പറഞ്ഞിരിക്കുന്ന CSO ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ CSOയ്ക്ക് മാത്രമായിട്ടുള്ള കുറെ റെസ്പോൺസിബിലിറ്റീസ് പണ്ടുണ്ടായിരുന്നു 2019 മുമ്പ്. അതേപോലെ തന്നെ NSSO എടുത്തു കഴിഞ്ഞാലും അവർക്കും അവരുടേതായിട്ടുള്ള മാത്രം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സർവേസ്, കൺസംപ്ഷൻ സർവേസ്, സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന അൺഓർഗനൈസ് സെക്ടേഴ്സ്, അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ദെൻ അർബൻ ഫ്രെയിം സർവേസ്, ഇതെല്ലാം ആരാ ചെയ്തുകൊണ്ടിരുന്നത്? NSSO ആയി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നേരത്തെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് 2 പേരാണ് ഇന്ത്യയിൽ സർവേ ചെയ്തുകൊണ്ടിരുന്നത്. CSO കുറെ കാര്യങ്ങളും ആൻഡ് ദെൻ NSSO വേറെ കുറെ കാര്യങ്ങളും. ഇപ്പോൾ ഇത് എന്ത് ചെയ്തു? മെർജ് ചെയ്തിരിക്കുന്നു. മെർജ് ചെയ്തിട്ട് NSO എന്ന് പറഞ്ഞിരിക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിലേക്ക് നമ്മൾ ഇതിന്റെ ഫോംസ് വന്നിരിക്കുന്നു. ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിലേക്ക് നമ്മൾ ഇതിന്റെ ഓർഗനൈസേഷനിൽ എത്തിക്കുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഇതിന് 2 വിങ് ഉണ്ട്. എന്താണ് 2 വിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഉണ്ടായിരുന്ന NSSO എന്ന് പറഞ്ഞിരിക്കുന്ന സർവേ വിങ്ങും ആൻഡ് ദെൻ അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന CSO എന്ന് പറഞ്ഞിരിക്കുന്ന എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് വിങ്ങും, ഇത് രണ്ടുകൂടെ മെർജ് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്താണ്? സർവേ വിങ് പഴയ NSSO ആൻഡ് ദെൻ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് വിങ് പഴയ CSO. അപ്പൊ പഴയ CSOയും NSOയും നമ്മൾ മെർജ് ചെയ്തപ്പോൾ ഇപ്പോഴത്തെ NSOയ്ക്ക് 2 വിങ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സർവേ വിങ് ഉണ്ട്, അതേപോലെ തന്നെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് വിങ് ഉണ്ട്. അപ്പം ഇന്ത്യയിൽ നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെസ്പോൺസിബിലിറ്റീസും, എല്ലാ തരത്തിൽപ്പെട്ട റെസ്പോൺസിബിലിറ്റീസും ആരാണ് ഡീൽ ചെയ്യുന്നത്? NSO ആണ് ഇനി മുതൽ ഡീൽ ചെയ്യുന്നത്. GDP ആയിട്ട് ബന്ധപ്പെട്ട എസ്റ്റിമേഷൻസ് ആൻഡ് ദെൻ വർക്ക് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എസ്റ്റിമേഷൻസ്, കൺസ്യൂമർ പ്രൈസ്, ഹോൾസെയിൽ പ്രൈസ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവീസ്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇനി അങ്ങോട്ട് കമ്പ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഈ പറഞ്ഞിരിക്കുന്ന NSOയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഇതാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ചേഞ്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം 2019 ഈ പറഞ്ഞിരിക്കുന്ന മെർജിങ് നടന്നിരിക്കുന്നത്. 2019 മെർജിങ് നടന്നതിന് ശേഷവും UGC ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം 5 വർഷം കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും അവരതിനെ എന്ത് ചെയ്തിട്ടില്ല, അപ്ഡേറ്റ് ചെയ്യാതെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ CSO അല്ല, ചുമ്മാ ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അത് മാത്രമാണ് ആൻസർ എന്ന് ടിക്ക് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർക്കാണ് ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരാൻ പോസിബിലിറ്റീസ് ഉള്ളത്. CSO അല്ല, NSO ആണെന്നുള്ള കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് നമുക്ക് സോൾവ് ചെയ്യണം, വേണ്ടേ? ആ ക്വസ്റ്റിന്റെ ആൻസർ എന്താണെന്ന് മാത്രമാണ് നമ്മളിവിടെ നോക്കി പോയിരുന്നത്. ഇനി നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് എന്താണ് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്, ഇല്ലേ? അപ്പൊ നമുക്ക് ക്വസ്റ്റിനിലേക്ക് നമുക്ക് തിരിച്ചു വന്നിട്ട് അത് പൂർണ്ണമായിട്ട് നമ്മളവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? സോൾവ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഹിയർ വി ഗോ. സി, ഈ ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ വന്നപ്പോഴാണ് നമ്മളവിടെ പറഞ്ഞിരുന്നത് എന്താണ്? ഔട്ട്ഡേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനിയുള്ള എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തിട്ട് പോകണം? അപ്ഡേറ്റ് ചെയ്തിട്ട് പോകണം. CSO അല്ല ആൻസർ, NSO ആണ് ആൻസർ എന്നുള്ളത്. അത് നമ്മൾ കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഓൺലൈൻ സ്റ്റുഡൻസ് നോട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യണേ. ഇതിന്റെ അപ്ഡേഷൻസ്, PPT ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി LMS വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കി നിങ്ങൾക്ക് റെഫറൻസ് കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. മുഴുവൻ നോട്ട്സ് ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്ത്
പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു CS ആണ്. പക്ഷേ ഇനി അപ്ഡേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ വേണ്ട ഏതാണ്? NSO ആണെന്നുള്ളതാണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഓപ്ഷൻസ് നമുക്ക് അവിടെ വർക്ക് ചെയ്യണം. ഓപ്ഷൻസ് നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. RBI എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരിക്കലും നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏജൻസി അല്ല. ഇന്ത്യയിൽ മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മണി സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻഫ്ലേഷൻ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. സോ അപ്പൊ അതേപോലെയുള്ള ബാങ്കിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ആരുടെ റോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റോൾ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ അല്ല. അതായത് NSO പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ CSO പബ്ലിഷ് ചെയ്തിരുന്ന നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് അവരവരുടെ പോളിസികൾ വേണമെന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്തേക്കാം. അല്ലാതെ ഒരിക്കലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നേരിട്ട് ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ എന്ത് ചെയ്യുന്നില്ല, ഇന്റർഫിയർ ചെയ്യുന്നില്ല. തിരിച്ചുകൊണ്ട് RBIയുടെ ഡേറ്റ പലപ്പോഴും ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മുടെ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷന് വേണ്ടി അവർ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡേറ്റയുടെ കാര്യത്തിൽ ഒരു മ്യൂച്വൽ കൊളാബറേഷൻ RBIക്കും നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനും നടത്തുന്ന ഇപ്പോഴത്തെ NSOയ്ക്കും തമ്മിൽ ഉണ്ട് എന്നതാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്ത ഡേറ്റ ബേസ് ആയിട്ട് പരിഗണിച്ചതിന് ശേഷം RBIയുടെ പോളിസീസ് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് അത് മേ ബി യൂസ് ചെയ്തേക്കാം. ലോങ് ടേം ആയിട്ടുള്ള റിപ്പോ റേറ്റ് അതേപോലത്തെ കാര്യങ്ങളൊന്നും അല്ല, റെഫറൻസസ് പോലുള്ള കാര്യങ്ങൾ അവിടെ എടുത്തേക്കാം. അറ്റ് ദ സെയിം ടൈം NSO ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞിരിക്കുന്നത് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ഏജൻസി എന്ന് പറയുന്നത്. അപ്പൊ അവർ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട റെഫറൻസ് ഡേറ്റ ആരുടെ അടുത്ത് കളക്ട് ചെയ്യുന്നുണ്ട്? RBIയുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവർക്കിടയിൽ ഒരു മ്യൂച്വൽ കൊളാബറേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കാരണവശാലും RBI അല്ല ഇന്ത്യയിൽ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ RBIക്ക് അതിനകത്ത് റോൾ ഉണ്ട്, അത് ഡേറ്റ ട്രാൻസ്ഫറിംഗ് ആണ്. ഡേറ്റ ട്രാൻസ്ഫറിംഗ് ആണ്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഫിസ്ക്കൽ പോളിസി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബജറ്റ്, ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടാക്സേഷനിൽ ചേഞ്ചസ് വരുത്തേണ്ട കാര്യമുണ്ടോ, എക്കോണമി റിസഷൻ ആണെങ്കിൽ ടാക്സ് കുറയ്ക്കുക, അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ രീതിയിലേക്ക് സ്പെൻഡിങ് കൂട്ടുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസും ബജറ്റും ടാക്സേഷനും പബ്ലിക് എക്സ്പെൻഡിച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് അല്ലെ. സോ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് ഇവിടുത്തെ മിനിസ്ട്രികളും, ശരിയല്ലേ? നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷന്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇംപ്ലിമെന്റേഷൻ ആണ്, ശരിയല്ലേ? അല്ലാതെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അല്ല. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്നത് പൂർണ്ണമായിട്ടും ബജറ്റും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ടാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദെൻ പിന്നീട് ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നതാണ് നിതി ആയോഗ്. റീസെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. പഴയ പാറ്റേൺ നമുക്കറിയാം. പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് ഇന്ത്യൻ എക്കോണമിക്കായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിന് പകരം ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ് നിതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ സിലബസ് പോർഷനിൽ പരിഗണിക്കേണ്ടതാണ്. തിങ്ക് ടാങ്ക് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ നിതി ആയോഗ് എന്ന് പറയുമ്പോഴത്തേനും. ബേസിക്കലി നമുക്കറിയാം ഒരു എക്സ്പേർട്സിന്റെ കളക്ഷൻ ആണ് നിതി ആയോഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പോളിസികൾ എങ്ങനെയായിരിക്കണം എന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ എൻറ്റിറ്റിയാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ നോൺ സ്റ്റാറ്റ്യൂട്ടറി എൻറ്റിറ്റിയാണ് ഏത് നിതി ആയോഗ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു പാർലമെന്റ് ആക്ട് വഴി നിലവിൽ വന്നതല്ല നിതി ആയോഗ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഈ പറഞ്ഞ രീതിയിലേക്ക് നമുക്ക് പറയുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ എൻറ്റിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി എൻറ്റിറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. സ്റ്റാറ്റ്യൂട്ടറി എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ ആക്ട് ഓഫ് പാർലമെന്റ് വഴി നിലവിൽ വരണം. ഇത് ക്യാബിനറ്റ് റെസൊല്യൂഷൻ വഴിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്തല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബേസിക് ആയിട്ട് ഒരു ആർട്ടിക്കിളുകൾ നിതി ആയോഗിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. പഴയ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചില്ല. അപ്പൊ നമ്മൾ പഴയ പ്ലാനിംഗ് കമ്മീഷൻ പറയുന്ന പോലെ തന്നെ നീതർ സ്റ്റാറ്റ്യൂട്ടറി നോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നിതി ആയോഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊരു കളക്ഷൻ ഓഫ് എക്സ്പേർട്സ് ആണ്. അവർക്ക് കാര്യങ്ങൾ നല്ല രീതിയിലേക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട്. അവർക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയുടെ പുതിയുള്ള പോളിസികളോ സംഭവങ്ങൾ എങ്ങനെയായിരിക്കും ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവർക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരിട്ട് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ഒരു ബന്ധവുമില്ല. പക്ഷെ എന്തുണ്ട്, നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനിന്റെ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു മ്യൂച്വൽ കൊളാബറേഷൻ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ അറിയാം, നിതി ആയോഗിന്റെ വെബ്സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റാസ് സെൻസസിലൊക്കെ അവൈലബിൾ ആയിരിക്കുന്ന ഒരുപാട് ഡാറ്റാസ് അവൈലബിൾ ആണ്. SRS ഡാറ്റ അവിടെ അവൈലബിൾ ആണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ നമുക്ക് എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ഡാറ്റ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് ഡാറ്റാസിന്റെ കാര്യത്തിൽ. ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും NSOയും അതേപോലെ തന്നെ നിതി ആയോഗ്. അല്ലാതെ നേരിട്ട് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ നിതി ആയോഗിന് യാതൊരു റോളും അവിടെ ഇല്ല. ഡാറ്റ ട്രാൻസ്ഫറിംഗ് മാത്രമാണ് ഇവർക്കിടയിൽ ഒരു മ്യൂച്വൽ കൊളാബറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട്. എന്താ നമ്മൾ സോൾവ് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് നമ്മളോട് വന്നിരിക്കുന്നത്? അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് കണ്ടോ, വളരെ ലളിതമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പുതിയ എക്സാമിലേക്ക് പോകുമ്പോൾ പഠിക്കാനുണ്ട്. അതാണ് നമ്മുടെ പോയിന്റ്. നിങ്ങൾ ആരും അതാണ് പരിഗണിക്കാതെ പോകും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ എളുപ്പമാണല്ലോ, CS ആണുള്ള ആൻസർ എന്ന രീതിയിലേക്ക് കണ്ട് പെട്ടെന്ന് അത് സോൾവ് ചെയ്ത് പോകുന്നു. എന്നാൽ ഇവിടെ നടന്ന 2019 മേജർ അപ്ഡേഷനെ കുറിച്ച് നമുക്ക് എന്താണ് ഒരു അവയർനെസ് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ അടുത്ത എക്സാമിൽ നിങ്ങൾക്ക് വരാൻ പാടില്ല. ഇതേ ക്വസ്റ്റ്യൻ അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ ഒരേപോലെ CSOയും NSOയും ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? അതാണ് മേജർ പോയിന്റ്. ഇനിയൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ CSOയും NSOയും വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇപ്പൊ ആരാണ്?
NSO ആണ്, അല്ലാതെ എന്തല്ല CSO അല്ല. CSO അപ്പം നിലവിലില്ല. CSOയും പഴയ ഉണ്ടായിരുന്ന NSSOയുടെ മെർജ് ചെയ്തിട്ട് എന്തായിട്ട് മാറ്റിയിരിക്കുന്നു, NSO എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പുതിയ ഫോമിലേക്ക് വന്നിരിക്കുന്നു. അതാണ് നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ലാസ്റ്റ് ടൈം ചോദിച്ച 3 ക്വസ്റ്റനിലെ വൺ ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അതിന്റെ ആൻസറും അത് ഇന്റർപ്രറ്റ് ചെയ്ത രീതിയും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയല്ലോ? യെസ് ഓർ നോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്യാമോ? അല്ലേ? ഓക്കെ. സോ അപ്പൊ അപ്ഡേഷൻ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഓൺലൈൻ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഓൾറെഡി നാഷണൽ ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ അപ്ഡേറ്റഡ് PPTs നിങ്ങൾക്ക് LMS അവൈലബിൾ ആയിട്ടുണ്ട്. അതെടുത്ത് റെഫർ ചെയ്യണം. ആ റെഫർ ചെയ്യുന്നിടത്ത് ഈ NSSO ആയിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, NSO ആയിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, പഴയ NSSOയും CSOയും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ലെക്ചർ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് മൂവ് ഓൺ ചെയ്താലോ? ലാസ്റ്റ് ടൈം തന്നെ ചോദിച്ച വീണ്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നിങ്ങൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് ഇതിൻ്റെ അകത്തൊരു പറഞ്ഞിരിക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് കണ്ടോ? December 24 തന്നെ ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? കൺസംഷൻ ഡിമാൻഡ്, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ആൻഡ് ഗവൺമെന്റ് ഡിമാൻഡ്. ഓക്കെ, C+I+G അവിടെ തന്നിരിക്കുന്നത്. സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ആൻഡ് ദെൻ പിന്നെ അവിടെ തന്നിരിക്കുന്നത് X and M. നെറ്റ് എക്സ്പോർട്സ് ആണ് അല്ലെ? എക്സ്പോർട്ട് ഇമ്പോർട്ട് ആണ് അവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് പിന്നീടുള്ള ബേസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ ഇത്രയും ഇൻഫർമേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ? സോ തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, ആൻഡ് ദെൻ അതേപോലെ തന്നെ നമുക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്? ഓക്കെ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട്, നെറ്റ് എക്സ്പോർട്സും തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന 4 ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഫൈനലി വാട്ട്? നെറ്റ് എക്സ്പോർട്സ്. ഈ 4 മെത്തേഡ്സ്, അതായത് 4 ഇൻപുട്ട് വെച്ചുകൊണ്ട് എങ്ങനെ GDP കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ നമുക്ക് 4 ഓപ്ഷൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് എവിടെ നീ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഏത് ഏരിയയിൽ നീ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? കമ്പ്യൂട്ടേഷൻ ഓഫ് നാഷണൽ ഇൻകത്തിന്റെ ഏത് മെത്തേഡാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? പറഞ്ഞേ, ഏത് മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്? പറയാമോ? ഏത് മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്? യെസ്, എക്സ്പെൻഡിച്ചർ മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ബേസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് മിനിമം നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 3 മെത്തേഡ്സ് ആണ് there അല്ലെ? സ്റ്റാൻഡേർഡ് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നമ്മൾ എടുക്കുമ്പോൾ 4 മെത്തേഡ്സ് ആണ് അവിടെ ഉള്ളത്. ഏതൊക്കെയാണ് മെത്തേഡ്സ് എന്ന് പറഞ്ഞ്? ഇന്ത്യയിലെ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഏതൊക്കെയാണ്? പോരട്ടെ, ഏതൊക്കെയാ? പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെ? അതല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയാം. പിന്നെ ഏതാണുള്ളത്? ഇൻകം മെത്തേഡ് ഉണ്ട്. പിന്നെ ഏതാണുള്ളത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെ? ഇങ്ങനെ 3 മെത്തേഡാണ് ഇന്ത്യയിൽ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. ആ ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് ആദ്യം അവിടെ ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. ഇത് കണ്ടോ, ഇന്ത്യയിലെ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് PPT ഞാൻ LMS അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. സ്റ്റുഡൻസ് കറക്റ്റ് ആയിട്ട് എടുത്ത് റെഫർ ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് 3 നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ മെത്തേഡ്സ് ആണ് ഉള്ളത്. പ്രൊഡക്ഷൻ മെത്തേഡും അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയും. പിന്നെ ഏതാണ്? ഇൻകം മെത്തേഡ് എന്ന് പറയും. ആൻഡ് ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. +2 ലെവൽ എക്കണോമിക്സ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. NCERT ബുക്കാണ് പൂർണ്ണമായിട്ടും. അത് തന്നെയാണ് നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ ഇത് ഡിസ്കസ് ചെയ്യപ്പെടാൻ കാരണം എന്താണ്? ഈ 3 മെത്തേഡ്സ് നമ്മൾ അവിടെ എടുത്തു കഴിയുമ്പോഴത്തേനും പ്രൊഡക്ഷൻ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് ആണ്. അപ്പൊ ടോട്ടൽ വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റും GVA ആണ്. അതിന്റെ കൂടെ തന്നെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് നമ്മൾ പരിഗണിച്ചാൽ നമുക്ക് ഏത് കിട്ടും? പ്രൊഡക്ഷൻ മെത്തേഡ് ആണെന്നുള്ളതാണ്. ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഓക്കെ, ആൻഡ് ദെൻ പിന്നീട് അവിടെ ഉള്ളത് ഏത് മെത്തേഡാണ്? ഇൻകം മെത്തേഡാണ്.
ഇൻകം മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്ന ഇൻകം തന്നെയാണ് അല്ലെ. ഇൻകം മെത്തേഡ് നമ്മൾ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഏതാ പറഞ്ഞിരിക്കുന്നത് ഇൻകം തന്നെയാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ ഉണ്ട്, വേജ് ആണ് ഇൻകം എന്ന് പറയുന്നത് അല്ലെ, ലാൻഡ് ഉണ്ട്, റെന്റ് ആണ് ഇൻകം എന്ന് പറയുന്നത് അല്ലെ, ഓൺട്രപ്രനർ ഉണ്ട്, പ്രോഫിറ്റ് ആണ് ഈ പറഞ്ഞ രീതിയിലേക്ക് എന്ത് ഇൻകം എന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ശരിയല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാലും ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, ഓൺട്രപ്രനറിന് പ്രോഫിറ്റ് കിട്ടുന്നു, ആൻഡ് ദെൻ ലാൻഡിന് റെന്റ് കിട്ടുന്നു, എംപ്ലോയീസിന് ഈ പറഞ്ഞ രീതിയിലേക്ക് വേജസ് ഓർ സാലറീസ് കിട്ടുന്നു. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഏത് ഓവറോൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് ഇൻകം മെത്തേഡാണ്. ഇത് ഇങ്ങനെ ഒരു ബേസിക് ഇക്വേഷൻ നമുക്ക് അവിടെ ഫോളോ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ അതിന്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഇക്വേഷൻസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീട് വരാവുന്നതാണ്. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പൊ കണ്ട ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നമ്മൾ എടുക്കുമ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പഠിക്കേണ്ടത്. അവിടുത്തെ നാഷണൽ ഇൻകം ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? സി 4 കാര്യങ്ങൾ ചേരുന്നതാണ്. എക്സ്പെൻഡിച്ചർ സൈഡിൽ നിന്നല്ല നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, പിന്നെ ഇവിടെ എന്താണുള്ളത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ദെൻ നെറ്റ് എക്സ്പോർട്സ്. ഈ 4 കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡാണ് നമ്മളെ സംബന്ധിച്ച് എന്തെന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടോ, നമ്മൾ ഒരു എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് മാത്രം പഠിച്ചിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. സാധാരണ ഗതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള 3 മെത്തേഡ്സും എന്താന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൂർണ്ണമായിട്ടും എക്സ്പെൻഡിച്ചർ മെത്തേഡിലേക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിച്ച് നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന ബേസ് ഇക്വേഷൻ അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? C+I+G+ നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയുന്നതാണ്. നെറ്റ് എക്സ്പോർട്സ്, എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് എക്സ്പോർട്ടാണ് നമ്മൾ അവിടെ പരിഗണിക്കുന്നതാണ്. അപ്പൊ എക്സ്പെൻഡിച്ചർ ഡിമാൻഡ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മളൊരു വേറൊരു പേരോട് പറയും എന്താണ്? ദ ഡിമാൻഡ് സൈഡ് അനാലിസിസ് ഓഫ് നാഷണൽ ഇൻകം ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുക, അത് കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ദ ഡിമാൻഡ് സൈഡ് അനാലിസിസ് ഓഫ് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണ്. ഇപ്പൊ നമുക്ക് നല്ല രീതിയിലേക്ക് ഒരു ബേസിക് അവയർനെസ് ആയി. എന്താണ്? ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നു, ആ ക്വസ്റ്റ്യൻ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നിന്നാണ്. അപ്പൊ തന്നെ നമ്മൾ 3 മെത്തേഡ്സും എന്താണെന്നുള്ള ബേസിക്കലി മനസ്സിലാക്കുന്നു. പ്രോഡക്റ്റ് മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്, ആൻഡ് ദെൻ പിന്നെ ഏതുണ്ട്, പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഇൻകം മെത്തേഡ് ഉണ്ട്, ആൻഡ് ദെൻ ഫൈനലി എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലാസ്റ്റ് ടൈം നമ്മളോട് ചോദിച്ച നാഷണൽ ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിന്റെ ഐഡന്റിറ്റി തന്നിട്ട് എങ്ങനെയാണ് നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടു എങ്ങനെയാണ് അവിടെ നാഷണൽ ഇൻകം ഐഡന്റിറ്റി വരുന്ന എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാ തരത്തിൽപ്പെട്ട എക്സ്പെൻഡിച്ചറും നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് കൊടുക്കുന്നു. കൺസംഷൻ ഉണ്ട്, C. ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, I. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, G. ആൻഡ് ദെൻ ഫൈനലി നെറ്റ് എക്സ്പോർട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ അതാണ് നമ്മുടെ ഡിമാൻഡ് സൈഡ് ഓർ എക്സ്പെൻഡിച്ചർ സൈഡ് നാഷണൽ ഇൻകം ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റിനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി അവിടെ ഉണ്ടായിരിക്കും. എന്താണ് ഇപ്പൊ നമുക്ക് അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിന്റെ ആൻസർ എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കും. പക്ഷെ അത് പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിന്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റി കൊണ്ടുവന്ന് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് പോകാനായിട്ട്. കണ്ടോ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടൈം ചോദിച്ചതാണ് എന്ന് മാത്രമല്ല, ഇതിനു മുമ്പേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയാം. നേരത്തെ 2019 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമുക്ക് അവിടെ വരാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എടുത്ത് നോക്കി. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചോളൂ. നാഷണൽ ഇൻകം ഐഡന്റിറ്റി എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് ഏതായിരിക്കും? C+I+G+ നെറ്റ് എക്സ്പോർട്ട്. A അല്ലേ നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്, ആണോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? A അല്ലേ? ഇത് വളരെ ലളിതമായിട്ട് പഠിക്കുന്ന ആർക്കും പറ്റും. ഈസി ആയിട്ട് നമുക്ക് ബേസ് പോയിന്റ് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ അത് എങ്ങനെയാണ് ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ വർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഓപ്ഷൻസിലും നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതിൽ ഓരോ ഓപ്ഷൻസിലെയും മിസ്റ്റേക്ക് എന്താണ് ചിലയിടത്ത് ആഡ് ചെയ്യാൻ പോകാത്തത്, എന്താണ് ചിലയിടത്ത് മാറ്റി വന്നിരിക്കുന്നത്. അപ്പൊ ഓരോ ഓപ്ഷൻസും നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പഠിച്ചു വന്നത്? ഇങ്ങനെ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ വളരെ ബേസിക് ആയിട്ട് 3 മെത്തേഡ്സ് എന്താണെന്ന് പെട്ടെന്ന് നമ്മൾ നോക്കി. 3ാമത്തെ മെത്തേഡ് കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. 3ാമത്തെ മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓപ്ഷൻ A എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഐഡന്റിറ്റി കൊടുത്തിരിക്കുന്നത് നാഷണൽ ഇൻകം ഐഡന്റിറ്റി ഏത് മെത്തേഡ് അനുസരിച്ച്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ചുള്ള കറക്റ്റ് ഐഡന്റിറ്റി C+I+G+ നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയും.
ഓക്കെ. സോ അപ്പം ഇവിടെ നമുക്കൊരു കൺഫ്യൂഷന്റെ ആവശ്യകതയേ ഇല്ല. നേരിട്ട് എക്സ്പെൻഡിച്ചർ മെത്തേഡിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്കിവിടെ പറയാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെ. സോ അപ്പം ഇത് തന്നെയല്ലേ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റിനും പൂർണ്ണമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കൺസംഷൻ ഡിമാൻഡ്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഡിമാൻഡ് എന്ന രീതിയിലേക്ക് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബേസ് ഇക്വേഷൻ എടുത്ത് കഴിയുന്നതിന് ഇതാണ് C+I+G+ നെറ്റ് എക്സ്പോർട്സ് ആണ്. എക്സാക്ട്ലി ഇത് തന്നെയാണ് അവിടെ നമുക്ക് ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ടും വരേണ്ടത്. എ ആണ്. എന്നാൽ അടുത്ത സെയിം ഡേ നമ്മൾ എടുത്ത് നോക്കുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് നോക്കിയതിനും ഓപ്ഷൻ ബിയുടെ പ്രശ്നം എന്താണ്? ഓപ്ഷൻ ബിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? C+I+G പറഞ്ഞിട്ടുണ്ട്, പ്ലസ് എക്സ് പറഞ്ഞിട്ടുണ്ട്, എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ആണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ ഇപ്പോൾ ഒരു ഓപ്പൺ അപ്പ് ചെയ്ത എക്കോണമിയാണ്. ഓപ്പൺ അപ്പ് ചെയ്ത എക്കോണമിയിൽ എക്സ്പോർട്ടും അതേപോലെ തന്നെ ഇമ്പോർട്ടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് വിട്ടുപോയ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് മാത്രം ആഡ് ചെയ്താൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. അത് ഈ പോയിന്റിൽ എന്താണ്? മിസ്സിംഗ് ആണ്. അപ്പൊ ഓപ്ഷൻ ബി എന്തുകൊണ്ട് തെറ്റി എന്ന് പറഞ്ഞാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. നാഷണൽ ഇൻകം ഐഡന്റിറ്റി, ഡിമാൻഡ് സൈഡ് അനാലിസിസ് ഓർ എക്സ്പെൻഡിച്ചർ മെത്തേഡ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ C+I+G+ നെറ്റ് എക്സ്പോർട്ട് വരുന്ന സമയത്ത് ഇവിടെ എന്താണ്? നെറ്റ് എക്സ്പോർട്ടിൽ ഇമ്പോർട്ട് മിസ്സിംഗ് ആണ് അല്ലെ. ഇമ്പോർട്ട് നമ്മൾ എക്സ്പോർട്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നെറ്റ് എക്സ്പോർട്ട്. അതാണ് ഇവിടുത്തെ മിസ്സിംഗ് ആയിട്ടുള്ള പോയിന്റ് ഓപ്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ. നേരെ തിരിച്ച് ഓപ്ഷൻ സി എടുത്തു നോക്കിയാൽ സിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? C+I+G വന്നിട്ടുണ്ട്, കറക്റ്റ് ആണ്. ഒരു ക്ലോസ്ഡ് എക്കോണമി മോഡൽ വന്നിട്ടുണ്ട്, അതിനോട് ഓപ്പൺ എക്കോണമി മോഡൽ നെറ്റ് എക്സ്പോർട്സ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് പറഞ്ഞു പോയിരിക്കുന്നത് ഇമ്പോർട്ട് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇവിടെ എന്ത് ആഡ് ചെയ്യുന്നില്ല? എക്സ്പോർട്ട് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നെറ്റ് എക്സ്പോർട്ട് നമ്മളെ സംബന്ധിച്ച് ഇവിടെ എന്തല്ല? എക്സ്പോർട്ട് അവൈലബിൾ അല്ല, എന്നാൽ ഇമ്പോർട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് മിസ്സായി പോയതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്നുണ്ട്. എക്സ്പോർട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് ഓപ്ഷൻ സിയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനും. പിന്നെ നമ്മൾ ഓപ്ഷൻ ഡിയിലേക്ക് പോയിക്കേ, സി ഉണ്ട്, ഐ ഉണ്ട്, ജി ഉണ്ട്. നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെയാണ്. ഓപ്ഷൻ ബി തന്നെയാണ് ബേസിക്കലി ഏത്? ഓപ്ഷൻ ഡിയും. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന D എന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളൂ. ഇവിടെ CD എന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളൂ. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. പക്ഷെ ഇക്വേഷൻ എക്സാക്ട്ലി ഐഡന്റിക്കൽ ആണ്. ഇവിടുത്തെ അതേ പ്രശ്നം തന്നെയാണ്. നെറ്റ് എക്സ്പോർട്ടിൽ നമ്മൾ എടുത്ത് എക്സ്പോർട്ട് ആഡ് ചെയ്തു, പക്ഷെ നമ്മൾ എന്ത് സബ്സ്ട്രാക്ട് ചെയ്തിട്ടില്ല? ഇമ്പോർട്ട് സബ്സ്ട്രാക്ട് ചെയ്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഡി ഒരിക്കലും ആൻസർ ആകില്ല. സി, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട മെത്തേഡ്. ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് എങ്ങനെ അതിന്റെ ആൻസർ എ ആയി എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ആയിരുന്നു ഇതുവരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മിസ്റ്റേക്കും. അവിടെ നിങ്ങൾ എന്ത് ലേണിംഗ് നടത്തുന്നത്? ഒരു ലേണിംഗ് നടക്കുന്നില്ല. ഇന്നത്തെ ടെക്നോളജി ഇത്രത്തോളം ഡെവലപ്ഡ് ആയ ഒരു സമയത്ത് ഒരു AI ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ഇതിന്റെ ആൻസർ A ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ആ രീതിയിലേക്ക് വീണ്ടും ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ കുറവാണ്. അതിന്റെ കൂടെ നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം? വളരെ വ്യക്തമായിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. അതായത് ഏതൊക്കെ മെത്തേഡ്സ് ആണോ ഉള്ളത് നമ്മൾ ബേസിക്കലി നോക്കുന്നു. വാല്യൂ ആഡഡ് മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നു. അതിൽ തന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചേക്കും, അവിടുത്തെ ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ നോക്കുന്നു. ആ ഐഡന്റിറ്റി കറക്റ്റ് ആയിട്ട് പഠിക്കുന്നു, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു. ആൻഡ് ദെൻ എ എന്തുകൊണ്ട് ആൻസർ ആയി നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ബിയും സിയും ഡിയും എന്തുകൊണ്ട് ആൻസർ ആയില്ല എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ദ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സോൾവ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഇതാണ് ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയല്ല ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് മെത്തേഡ് ഉണ്ടായിരുന്ന മിസ്റ്റേക്കും അത് തന്നെയാണ്. ആ ഒരു മാറ്റം നമ്മൾ ഉറപ്പായിട്ടും വരുത്തേണ്ടതുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ A ആണെന്ന് കണ്ടുപിടിച്ച് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഒരു ലേണിംഗ് പ്രോസസ്സ് അവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ LMS ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള PPTs അപ്ഡേറ്റഡ് ആണ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ മതി. ഗ്രൂപ്പിലെല്ലാം വന്നിട്ടുണ്ട്. എന്ത് ചെയ്യാം? ഞാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന PPT വെച്ചിട്ട് ഷോർട്ട് നോട്ട്സ് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക. എന്റെ PPT നിങ്ങൾ അവിടെ അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊണ്ട് അത് PDF ആക്കിയോണ്ടെന്ന് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ കണക്ട് ആവില്ല. നിങ്ങൾക്കത് കണക്ട് ആണ്. നിങ്ങൾ ഷോർട്ട് നോട്ട്സ് തന്നെ കറക്റ്റ് ആയിട്ട് എഴുതി ഞാനിപ്പോൾ സോൾവ് ചെയ്തെന്ന പോലെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്ത് പഠിക്കണം? വർക്ക് ചെയ്ത് പഠിക്കണം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ഒരു ടോപ്പിക് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അവിടുന്ന് ചോദിച്ച ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഏതൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് മനസ്സിലാവും. അല്ലാതെ സബ്ജക്റ്റീവ് ഫോമാറ്റിൽ ഒരിക്കലും നമ്മൾ ടോപ്പിക് എടുത്ത് വായിച്ചുകൊണ്ട് ഒരു UGC എക്സാം നിങ്ങൾക്ക് പെർഫോം ചെയ്യാണ്ട് സാധിക്കില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ പൂർണ്ണമായിട്ടും? അല്ലെ? വളരെ വ്യക്തമായിട്ട് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്തു? അപ്ഡേറ്റ് ചെയ്തു. അതനുസരിച്ച് A ആണ് ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ബിയും സിയും ഡിയും എന്തുകൊണ്ട് ആൻസർ ആകുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ കൂടെ ബേസിക് ആയിട്ടുള്ള മെത്തേഡ്സിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് മാത്രമല്ല ഇൻകം മെത്തേഡും ഉണ്ട്, വാല്യൂ ആഡഡ് മെത്തേഡും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബേസിക് അവയർനെസ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിക്കുകയും ചെയ്തു. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇതേ ഓൺലൈൻ സ്റ്റുഡൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലാസ് റൂമിലൊക്കെയാണ് എനിക്ക് കുറച്ചുകൂടെ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ പറ്റും.
ഓക്കെ, ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട് റെഗുലർ ആയിട്ട്, അതിന്റെ മാർക്ക് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഓൺലൈൻ സ്റ്റുഡൻസ് നിങ്ങൾ കുറച്ചുകൂടെ വോളണ്ടറി ആയിട്ട് ഇരുന്ന് നിങ്ങൾ പഠിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, പഠിക്കാനുള്ള എഫേർട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. ലാസ്റ്റ് ടൈമിൽ ക്ലാസ് റൂം ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ ഓൺലൈനാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കണം. ആ സിസ്റ്റം നിങ്ങൾക്ക് അവിടെ ലാക്കിംഗ് ആണ്, ഡിസിപ്ലിൻ ആയിട്ട് ഇരുന്ന് പഠിക്കുന്നത്, അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തേ മതിയാവും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലാസ്റ്റ് ടൈം വീണ്ടും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നാഷണൽ അക്കൗണ്ടിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമുക്ക് നോക്കിയാലോ? യെസ്. ഇപ്പൊ ലാസ്റ്റ് ടൈം ചോദിച്ച മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, 5 സ്റ്റേറ്റ്മെന്റ്സ്. ഇൻഫാക്ട് 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ തന്നിരിക്കുന്നത് നമുക്ക് നാഷണൽ കമ്പ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, സോ ഗിവൺ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്, സ്റ്റേറ്റ് വിച്ച് വൺ ആർ കറക്റ്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നമ്മളവിടെ ചോദിച്ചിരിക്കുന്നത്. നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, GDP is ഡിവൈഡ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഡബിൾ കൗണ്ടിങ്. GDP എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡബിൾ കൗണ്ടിങ് ഉള്ള ഒരു പോസിബിലിറ്റീസും ഇല്ല എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഡിവൈഡ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഡബിൾ കൗണ്ടിങ്, വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, GDP കമ്പ്യൂട്ടേഷൻ നമ്മളൊരു +2 ലെവൽ NCERT പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നാഷണൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഡബിൾ കൗണ്ടിങ്. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നു GDP is ഡിവൈഡ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഡബിൾ കൗണ്ടിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ GDP എസ്റ്റിമേഷൻ വരുമ്പോൾ ഒരു തരത്തിൽപ്പെട്ട ഡബിൾ കൗണ്ടിങ്ങും ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഇല്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ് A പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് B പറയുന്നു, ഡൊണേഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. അടുത്ത മേജർ പോയിന്റ്, നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പരിഗണിക്കേണ്ടത്? നമ്മൾ അതിനകത്ത് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആണോ പരിഗണിക്കുന്നത്, അതെയോ ഈ പറഞ്ഞ രീതിയിലേക്ക് ഫാക്ടർ ഏർണിങ്സ് ആണോ പരിഗണിക്കുന്നത്? രണ്ടാണ്. ട്രാൻസ്ഫർ പേയ്മെന്റ്സും ഉണ്ട്, ട്രാൻസ്ഫർ ഏർണിങ്സും ഉണ്ട്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. ലേബർ ആണെങ്കിൽ വേജ്, ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. ലാൻഡ് ആണെങ്കിൽ റെന്റ്. ഏതാ പറഞ്ഞിരിക്കുന്നത്? ട്രാൻസ്ഫർ പേയ്മെന്റ് അല്ല, അത് ബേസിക്കലി അതാണ് ഫാക്ടർ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഫാക്ടർ ഇൻകം ആണ്. ഫാക്ടർ ഇൻകം മാത്രമാണ് നമ്മൾ എവിടെ പരിഗണിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ ഇൻകത്തിൽ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻകം കമ്പ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ട്രാൻസ്ഫർ ഏർണിങ്സും അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഫാക്ടർ ഏർണിങ്സും, ഇതിൽ ഏതാണ് പരിഗണിക്കുന്നത്? ഫാക്ടർ ഇൻകം ആണോ പരിഗണിക്കുന്നത്, ട്രാൻസ്ഫർ ഏർണിങ്സ് ആണോ പരിഗണിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഡൊണേഷൻ, ഗിഫ്റ്റ്, സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ഏർണിങ്സ് ആണ്. നേരെ തിരിച്ച് റെന്റ്, വേജ്, പ്രോഫിറ്റ്, ഇതൊക്കെ ഏതാണ്? ഫാക്ടർ ഏർണിങ്സ് ആണ്. അപ്പൊ ഫാക്ടർ ഏർണിങ്സ് ആണോ അതെയോ ട്രാൻസ്ഫർ ഏർണിങ്സ് ആണോ നാഷണൽ ഇൻകത്തിൽ വരുന്നത്? അതോ രണ്ടും വരുമോ? അതാണ് ഓപ്ഷൻ നമ്പർ 2 നമ്മൾ വർക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ പറഞ്ഞിരിക്കുന്നു, ആംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകം എടുക്കുമ്പോൾ എന്താണ്? ആംസ്, വിച്ച് മീൻസ് ഡൊണേഷൻ ആണ്. ആംസ് എന്ന് വെച്ചാൽ എന്താണ്? ഡൊണേഷൻ ആണ്. ഡൊണേഷൻസ് നമ്മൾ പരിഗണിക്കുമോ? അപ്പൊ അടുത്ത മേജർ ക്വസ്റ്റ്യൻ, പേഴ്സണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നാഷണൽ ഇൻകം ഫ്രെയിംവർക്കിൽ ഏതാണ് പരിഗണിക്കുന്നത്? ഫാക്ടർ ഏർണിങ്സ് ആണോ അതോ ട്രാൻസ്ഫർ ഏർണിങ്സ് ആണോ അതോ രണ്ടും കൂടെയാണോ? അതായത് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനിൽ വർക്ക് ചെയ്ത് അതേ പോയിന്റ് വർക്ക് ചെയ്യണം. നാഷണൽ ഇൻകത്തിൽ നമ്മൾ എന്ത് പരിഗണിക്കും നേരത്തെ ചോദിച്ചില്ലേ? ട്രാൻസ്ഫർ ഏർണിങ്സ് ആണോ അതോ ഫാക്ടർ ഏർണിങ്സ് ആണോ എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ദെൻ അതേ ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോഴത്തെ വരും, പേഴ്സണൽ ഇൻകത്തിൽ നമ്മൾ പരിഗണിക്കുന്നത് ഏതൊക്കെയാണ്? ട്രാൻസ്ഫർ ഏർണിങ്സ് ആണോ ഫാക്ടർ ഏർണിങ്സ് ആണോ? എന്താ ഫാക്ടർ ഏർണിങ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു വന്നു. ലേബർ ആണെങ്കിൽ വേജ് ഫാക്ടർ ഏർണിങ്സ് ആണ്. ലാൻഡ് ആണെങ്കിൽ റെന്റ് ഫാക്ടർ ഏർണിങ്സ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ ഓൺട്രപ്രനർ ആണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫാക്ടർ ഏർണിങ്സ് ആണ്. നേരെ തിരിച്ച് ഗിഫ്റ്റ്, സ്കോളർഷിപ്പ്, ഡൊണേഷൻസ്, ഇതെല്ലാം ഏതാണ്? ട്രാൻസ്ഫർ ഏർണിങ്സ് ആണ്. അപ്പൊ എന്റെ പോയിന്റ്, ട്രാൻസ്ഫർ ഏർണിങ്സും ഫാക്ടർ ഏർണിങ്സും ഒരേപോലെ പരിഗണിക്കുന്ന നാഷണൽ ഇൻകത്തിലാണോ പേഴ്സണൽ ഇൻകത്തിലാണോ? ഇതില് ട്രാൻസ്ഫർ ഏർണിങ്സ് മാത്രം പരിഗണിക്കുന്ന എവിടെയാണ്? പേഴ്സണൽ ഇൻകത്തിലാണോ അതോ നാഷണൽ ഇൻകത്തിലാണോ? അതാണ് നമുക്ക് ബിയും സിയും സോൾവ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ഇൻവെന്ററി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കുന്നത് ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ, ദാറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്. ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇൻവെന്ററി അതിലുണ്ടോ? മേജർ ക്വസ്റ്റ്യൻ ആണ്. അതായത് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ എടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ക്യാപിറ്റൽ ഫോർമേഷനിൽ ഇൻവെന്ററി എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? ഇൻവെന്ററി എന്ന് വെച്ചാൽ രണ്ട് പോസിബിലിറ്റി ആണ് അവിടെ ഉള്ളത്. ഒന്ന് അൺസോൾഡ് കമ്മ്യൂണിറ്റി, രണ്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റോക്സ് ഓഫ് ഇൻവെന്ററി, ഐ മീൻ എന്ന് വെച്ചാൽ ഇൻപുട്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇൻവെന്ററി ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, അതായത് പ്രൊഡ്യൂസ് ചെയ്ത പൂർണ്ണമായിട്ടും അൺസോൾഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഇൻവെന്ററിയുടെ പാർട്ടാണ്. അതുപോലെ തന്നെ പുതിയ കമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നമ്മളവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന
അൺഫിനിഷ്ഡ് ഗുഡ്സ് അത് നമ്മൾ എന്തായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, ഇൻവെന്ററി എന്ന രീതിയിലേക്ക് നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാറിന്റെ പ്രൊഡക്ഷൻസ് എല്ലാ സ്റ്റേജും കഴിഞ്ഞ് ഏറ്റവും അവസാനം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് മാത്രമുള്ളതെന്ന് വിചാരിക്കുക. പക്ഷേ അത് കഴിയാതെ നമുക്ക് മാർക്കറ്റിലേക്ക് എന്തെങ്കിലും സാധിക്കത്തില്ല, ലോഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ബാക്കിയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ പറഞ്ഞ രീതിയിലേക്കുള്ള കൺസ്ട്രക്ഷൻസ് കഴിഞ്ഞു, ആൻഡ് ദെൻ ബോഡി ഷെല്ലുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ കഴിഞ്ഞു, പെയിന്റിംഗ് വർക്ക്സ് കഴിഞ്ഞു, എല്ലാ ഫിറ്റിംഗ്സും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കൽ സെക്ഷൻ മാത്രമേ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. പക്ഷേ ഇലക്ട്രിക്കൽ സെക്ഷൻ വർക്ക് ചെയ്യാതെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഇല്ലാതെ നമുക്കൊരു കാർ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുമോ? ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും ഹെഡ്ലാംസും ഇല്ലാതെ നമുക്കൊരു കാർ ഇപ്പൊ നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുമോ? അപ്പം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു കാർ കമ്പനി എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവരുടെ അൺഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്തായിട്ട് പരിഗണിക്കും? ഇൻവെന്ററി ആയിട്ട് പരിഗണിക്കും. അതേപോലെ തന്നെ അതേ കാർ കമ്പനി എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്, ചില സമയത്ത് നമുക്ക് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് അൺസോൾഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാർ അവിടെ പെട്ട് കിടക്കും. അതും എന്താണ്? ഇൻവെന്ററി ആണ് ബേസിക്കലി. ആൻഡ് ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നു ഫോറിൻ വർക്കേഴ്സ് ഇൻകം ഇസ് ഇൻക്ലൂഡഡ് ഇൻ GNP ബട്ട് നോട്ട് GDP. അപ്പൊ GDPയും GNPയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഓപ്ഷൻ ഇയിൽ പറഞ്ഞിരിക്കുന്നത്. സി, അപ്പൊ നമ്മളോട് 5 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നാഷണൽ ഇൻകത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഡബിൾ കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. 2, ഫാക്ട് ട്രെയിനിങ്സും ട്രാൻസ് ട്രെയിനിങ്സുമായിട്ട് ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെന്റ്, ഡൊണേഷൻസും ആൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നാഷണൽ ഇൻകം പേഴ്സണൽ ഇൻകം കോണ്ടസ്റ്റിൽ. ആൻഡ് ദെൻ ക്യാപിറ്റൽ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, ഇൻവെന്ററി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആൻഡ് ദെൻ GDPയും ആൻഡ് GNPയും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്നത്. കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ്, ഓപ്ഷൻസും നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സി, ക്വസ്റ്റ്യൻ കണ്ടോ? സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരുന്നു, CSO എന്ന് പറയാൻ സാധിക്കുമായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ്പെൻഡിച്ചർ മെത്തേഡിലൊക്കെ പരിചയമുള്ള ആൾക്കാർക്ക് പിന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിലേക്ക് വർക്ക് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആൻസേഴ്സ് പറയാണ്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് നോക്കണ്ടേ ഓരോ ഓപ്ഷൻസും എന്താണ്, നാഷണൽ ഇൻകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പരിഗണിക്കുന്നത്, ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ട്രാൻസ്ഫർ ഏണിങ്സും ഫാക്ട് ഏണിങ്സും നമ്മൾ എവിടെയാണ് പരിഗണിക്കുന്നത്, പേഴ്സണൽ ഇൻകത്തിലാണോ അതെയോ നാഷണൽ ഇൻകത്തിലാണോ? നാഷണൽ ഇൻകത്തിൽ ഏത് മാത്രമാണ് പരിഗണിക്കുന്നത്? ട്രാൻസ്ഫർ ഏണിങ്സ് മാത്രമാണോ അതെയോ ഫാക്ട് ഏണിങ്സ് കൂടെ പരിഗണിക്കുമോ, അതെയോ ഫാക്ട് ഏണിങ്സ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ? GDPയും GNPയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കേണ്ടത്. നമുക്ക് സോൾവ് ചെയ്താലോ ക്വസ്റ്റ്യൻ? ക്ലിയർ? ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം നമുക്ക്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചുമ്മാ കേട്ടോണ്ടിരിക്കുവാണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? ഒരു ഷീറ്റ് പേപ്പറൊക്കെ എടുത്തിട്ട് പറയുന്ന പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നോട്ട് ചെയ്ത് പോകണം. എനിക്കത് അറിയില്ല, നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എക്സാക്ട്ലി ഞാൻ പറഞ്ഞല്ലോ എല്ലാ ആൾക്കാരും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ അതുപോലെ തന്നെ പഠിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഇരുന്ന് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഇല്ല. ഓൺലൈൻ സെഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം കേട്ടോ, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് ഇതേ ക്വസ്റ്റിനിലേക്ക് നമുക്ക് വരാം. ക്വസ്റ്റിനിലേക്ക് വരുമ്പോൾ ഞാനത് സോൾവ് ചെയ്ത് തരാം. വീണ്ടും ഞാനത് സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓരോ ഓപ്ഷൻസും എടുത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പോവാണ്, സോൾവ് ചെയ്യാൻ പോവാണ്. ക്ലിയർ? സോ അപ്പൊ ഓപ്ഷൻ നമ്പർ 1 നമ്മളോട് പറഞ്ഞിരിക്കുന്നു GDP ഈസ് ഡിവോയ്ഡ് ഓഫ് ഓൾ കൈൻഡ് ഓഫ് ഡബിൾ കൗണ്ടിങ്. നോ, GDPയിൽ ഇപ്പോഴും, അതായത് GDP കാൽക്കുലേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എമർജൻസ് ഓഫ് ഡബിൾ കൗണ്ടിങ് തന്നെയാണ്. എത്രയൊക്കെ എഫേർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഡബിൾ കൗണ്ടിങ് എവിടെയെങ്കിലുമൊക്കെ കടന്നു വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ടൈപ്സ് ഡബിൾ കൗണ്ടിങ്ങും സ്റ്റിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നാഷണൽ കമ്പ്യൂട്ടേഷൻ നമുക്ക് പറയുക എന്ന് പറയുന്നത് എന്തല്ല, അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നതാണ്. എസ്പെഷ്യലി ഇന്ത്യ പോലുള്ള എക്കോണമി എടുക്കുമ്പോൾ ഡബിൾ കൗണ്ടിങ്ങിന്റെ പ്രസൻസ് ഇപ്പോഴും ഉണ്ട്. കാരണം പല സെക്ടേഴ്സും ഇപ്പോഴും എന്നല്ല ഡിജിറ്റലി അല്ല അവിടെ അപ്ഡേറ്റ് ആയിരിക്കുന്നത്. അപ്പൊ മാനുവൽ എൻട്രി വന്നു കഴിയുമ്പോഴത്തേനും പല കാര്യങ്ങളും പലയിടത്ത് വരാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡും റിയൽ എസ്റ്റേറ്റ് സെക്ടറും ഒരേപോലെ എന്താണ് ഇന്ത്യൻ എക്കോണമിയിൽ വളരെയധികം പ്രസന്റ് ആണ് എന്നുള്ളതാണ്. ശരിയല്ലേ? സോ അപ്പം ഡബിൾ കൗണ്ടിങ്ങിനുള്ള പോസിബിലിറ്റീസ് എക്സാക്ട്ലി അവിടെ ഉണ്ട്. കൺസ്ട്രക്ഷൻസ് നടക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മേടിച്ചിരിക്കുന്ന സിമെന്റ് സ്റ്റീൽ പോലുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ കമ്മ്യൂണിറ്റി റിയൽ എസ്റ്റേറ്റ് സെയിൽ കാണുന്നതിന് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ കൗണ്ടിങ്ങിന് എക്സാമ്പിൾ ആണ്. ഡബിൾ കൗണ്ടിങ്ങിന് എക്സാമ്പിൾ ആണ്. പിന്നെ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, പഴയ റീറ്റെയിൽ ഹോൾസെയിൽ എന്ന് പറയുന്നതിനേക്കാളും വലിയ രീതിയിലേക്ക് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇ കൊമേഴ്സ് ഇന്ത്യയിൽ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിയല്ലേ? ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആമസോൺ പോലുള്ള ഫ്ലിപ്കാർട്ട് പോലെയുള്ള പലതരത്തിൽപ്പെട്ട ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വലിയ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇ കൊമേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡബിൾ കൗണ്ടിങ്ങിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു ഹോൾസെയിലിന്റെ അടുത്തും അതേപോലെ തന്നെ റീറ്റെയിലിന്റെ അടുത്തും രണ്ടിടത്തും എൻട്രി ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ബേസിക്കലി ഈ പറഞ്ഞ രീതിയിലേക്ക് ഡബിൾ കൗണ്ടിങ്ങിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. പണ്ട് ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്താണ്, ഇപ്പോഴും നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്തു വരുവാണ്. ഫോർമലൈസേഷൻ ഓഫ് എക്കോണമിയുടെ പാർട്ടായിട്ട് വലിയ രീതിയിലേക്ക് നമ്മൾ ഡബിൾ കൗണ്ടിങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
ഇന്ത്യ ആണെങ്കിലും എല്ലാ നാഷണൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന എക്കോണമീസിലാണെങ്കിലും അവർ ശ്രമിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ പൂർണ്ണമായിട്ടും ഡബിൾ കൗണ്ടിങ് നാഷണൽ കമ്പ്യൂട്ടേഷനിൽ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. എവിടെയെങ്കിലുമൊക്കെ ഡബിൾ കൗണ്ടിങ് കടന്നു വരാൾ എന്തുണ്ട്? പോസിബിലിറ്റീസ് അതവിടെ ഉണ്ട് എന്നാണ്. എവിടെയെങ്കിലും കടന്നു വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ മേഖല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ V2 ആയിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ വന്നിട്ട് അത് നമ്മൾ ആഡ് ചെയ്യും. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഒരു ബേക്കറി ഓണർ ആ വീറ്റ് മേടിച്ചതിന് ശേഷം അതൊരു ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്ത് നമ്മളത് മാവാക്കി മാറ്റിയ ശേഷം ഒരു ബ്രെഡ് ആക്കി കഴിഞ്ഞാൽ അവിടെ ഇത് ആഡ് കഴിഞ്ഞാൽ ഡബിൾ കൗണ്ടിങ് ആണ്. അപ്പൊ അതിനുള്ളൊരു പോസിബിലിറ്റി ക്വൈറ്റ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വലിയ രീതിയിലേക്കുള്ള ഡിജിറ്റലൈസേഷൻ ഒക്കെ നടന്നിരിക്കുന്ന വെസ്റ്റേൺ എക്കോണമീസിലൊന്നും ഡബിൾ കൗണ്ടിങ് എത്രത്തോളം ഇല്ല. പക്ഷെ ഇന്ത്യ പോലുള്ള എക്കോണമിയിൽ സ്റ്റിൽ ഡബിൾ കൗണ്ടിങ്ങിൽ എന്തുണ്ട്? പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും ഡബിൾ കൗണ്ടിങ്ങിനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് പറയാണ്ട് സാധിക്കത്തില്ല. ഡബിൾ കൗണ്ടിങ്ങിന്റെ പ്രസൻസ് ഇപ്പോഴും നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നമ്മൾ മൈന്യൂട്ട് ആയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾസും അതിന്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സം മൈനർ കേസസ് വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ഞാനിത് പറയുന്നത് ഇന്ത്യയിൽ അല്ലെങ്കിൽ വേറെ ഏതൊരു എക്കോണമിയിലും നാഷണൽ ഇൻകം കമ്പ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു മേജർ ഫോമിൽ അവിടെ എന്തുണ്ടെന്നല്ല, ഡബിൾ കൗണ്ടിങ് ഉണ്ടെന്നല്ല പറയുന്നു. മൈനർ ഫോമിൽ സ്റ്റിൽ ഡബിൾ കൗണ്ടിങ് ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പൂർണ്ണമായിട്ടും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ, ദാറ്റ്സ് നോട്ട് പോസിബിൾ. മൈനർ കേസ് ഓഫ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിനാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ഷനിൽ നിന്ന് നമ്മൾ റിയൽ എസ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് രണ്ടിടത്തും ആഡ് ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു റീറ്റെയിൽ ഹോൾസെയിൽ നിന്ന് മാറിയതിനു ശേഷം അതിൽ നിന്ന് വളരെ പൂർണ്ണമായിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കൊമേഴ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെയും നമുക്കത് എന്ത് ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആദ്യമായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്ത ആളുടെ അടുത്തും അതവിടെ ഡിനോട്ട് ചെയ്യപ്പെട്ടേക്കാം. അതേപോലെ തന്നെ ഒരു ഹോൾസെയിൽ ഡീലറുടെ അടുത്തും അത് ഡിനോട്ട് ചെയ്യപ്പെട്ടേക്കാം. അപ്പൊ ഡബിൾ കൗണ്ടിങ് ഉള്ള പോസിബിലിറ്റീസ് മൈന്യൂട്ട് ആയിട്ടാണെങ്കിലും അവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മളെ സംബന്ധിച്ച് എന്താണ്? തെറ്റാണ്. GDP is devoid of all types of ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് പറയാൻ സാധിക്കത്തില്ല. മൈനർ ഡബിൾ കൗണ്ടിങ് ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് എടുത്ത് നോക്കാം. ഡൊണേഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. നോ വേ. നാഷണൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവായിട്ട് ആഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. ഇൻകം ജനറേഷൻ അവിടെ ഉണ്ടായിരിക്കണം, വാല്യൂ അഡീഷൻ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചാരിറ്റി വഴി നിങ്ങൾക്ക് കുറച്ചൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഐ മീൻ ഡൊണേഷൻസ് പോലുള്ള കാര്യങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ, ഗ്രാൻഡ്സ്, സ്കോളർഷിപ്പ് പോലുള്ള ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തരത്തിൽപ്പെട്ട പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസും ഇല്ല. നമ്മൾ എന്താ കമ്പ്യൂട്ട് ചെയ്യുന്നത്? നാഷണൽ ഇൻകം ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ശരിയല്ലേ? നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ എന്തൊക്കെ അഡീഷൻസ് നടന്നു എന്നാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് ദി നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ. ശരിയല്ലേ? വിച്ച് മീൻസ് ദർ ഷുഡ് ബി എ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്? ദർ ഷുഡ് ബി എ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. എന്നാൽ ഈ ഡൊണേഷൻസ്, ചാരിറ്റി, ഗിഫ്റ്റ്, സ്കോളർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്ത് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ഉള്ളത്? നത്തിങ് വാല്യൂ അഡീഷൻ ഹാപ്പൻ ദർ. വാല്യൂ അഡീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് GDP നമുക്ക് പരിഗണിക്കാൻ സാധിക്കത്തില്ല. സോ അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. GDP കാൽക്കുലേഷനിൽ നമ്മൾ ട്രാൻസ്ഫർ ഏർണിങ്സ് പരിഗണിക്കില്ല. പിന്നെ എന്ത് മാത്രമേ നമ്മൾ പരിഗണിക്കുകയുള്ളൂ? ഫാക്ടർ ഏർണിങ്സ്. എന്താ ഫാക്ടർ ഏർണിങ്സ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യപ്പെട്ട പോലെ തന്നെ ലേബർ ആണെങ്കിൽ വേജ്, അല്ലെ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഏർണിങ്സ് ആണ് ഫാക്ടർ ഏർണിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ലാൻഡ് ആണെങ്കിൽ റെന്റ്, ഓൺട്രപ്രണർ ആണെങ്കിൽ പ്രോഫിറ്റ്, ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ്. അതേപോലെ വാല്യൂ അഡീഷൻ നടന്നിരിക്കുന്നു. ഇപ്പം ഒരു ലേബറിന് സാലറിയോ വേജോ കിട്ടുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തു, എന്നിട്ടല്ലേ ഇൻകം റിസീവ് ചെയ്തത്. അപ്പൊ ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തതിന് ശേഷം ആ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ നാഷണൽ ഇൻകത്തിൽ നമ്മൾ പരിഗണിക്കണം. നേരെ തിരിച്ച് ഒരാൾക്ക് ഏതാ പറഞ്ഞിരിക്കുന്നത്? ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡൊണേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചാരിറ്റി ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് കൈൻഡ് ഓഫ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയാണ് എക്കോണമിയിൽ നടന്നിരിക്കുന്നത്? നോ, നത്തിങ്. ഒന്നും അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും നാഷണൽ ഇൻകം നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ദ ക്രൂഷ്യൽ പോയിന്റ്, വെൻ യു ആർ കാൽക്കുലേറ്റിംഗ് ദി നാഷണൽ ഇൻകം, യു ജസ്റ്റ് കൺസിഡർ ഫാക്ടർ ഏർണിങ്സ് ഓൺലി. നെവർ എവർ യു ക്യാൻ ഇൻക്ലൂഡ് ദി ട്രാൻസ്ഫർ ഏർണിങ്സ് ഒരു കാരണവശാലും നമുക്ക് എന്താണ് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ മേജർ പോയിന്റ്. സോ അപ്പൊ നമ്മുടെ ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഡൊണേഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത്. നോ, അബ്സല്യൂട്ട്ലി റോങ് ആണ്.
ഡൊണേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ഏർണിംഗ്സ് ആണ്. ട്രാൻസ്ഫർ ഏർണിംഗ്സിൽ ഒരു തരത്തിൽപ്പെട്ട പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസും ഇല്ല, എക്കോണമിയിലേക്ക് ഒരു തരത്തിൽപ്പെട്ട കോൺട്രിബ്യൂഷൻസും ഇല്ല, അവിടെ ഔട്ട്പുട്ട് ജനറേഷൻ നടന്നിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവിടെ ഇല്ല എന്നതാണ്. അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി നമുക്ക് ഒരു കാരണവശാലും നമുക്ക് എന്ത് പറയാൻ സാധിക്കത്തില്ല, നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേഷൻ നമുക്ക് പരിഗണിക്കാൻ സാധിക്കത്തില്ല എന്നതാണ്. സോ അപ്പോൾ ഡൊണേഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി എന്താണ്, റോങ് ആണ്. നേരെ തിരിച്ച് ഫാക്ട് ഏർണിംഗ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ അത് കറക്റ്റ് ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എന്ത് പറയണം, ഫാക്ട് ഏർണിംഗ്സ്. കാരണം ഡൊണേഷൻ എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ ഏർണിംഗ്സ് ആണ്, ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആണ്. അതൊരു കാരണവശാലും നമുക്ക് ഇവിടെ പരിഗണിക്കാൻ പറ്റത്തില്ല, പ്രൊഡക്റ്റീവ് അല്ല ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ഫാക്ട് ഏർണിംഗ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ഡൊണേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞതിന് തുല്യമാണ്. നോ, ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഒരു കാരണവശാലും നാഷണൽ ഇൻകത്തിൽ നമ്മൾ പരിഗണിക്കില്ല. അടുത്ത പോയിന്റ് നമുക്ക് അവിടെ എടുത്തു നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്, ആംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ പേഴ്സണൽ ഇൻകം. നമ്മൾ നേരത്തെ കണ്ട പോയിന്റ് കണക്ടിങ് പോയിന്റ് തന്നെയാണ്. സോ അപ്പം നാഷണൽ ഇൻകവും പേഴ്സണൽ ഇൻകവും നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാഷണൽ ഇൻകത്തിൽ നമ്മൾ ഫാക്ട് ഏർണിംഗ്സ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. എന്നാൽ പേഴ്സണൽ ഇൻകത്തിൽ നമ്മൾ ഒരേപോലെ തന്നെ ഫാക്ട് ഏർണിംഗ്സും അതേപോലെ തന്നെ എന്താണ്, ട്രാൻസ്ഫർ പേയ്മെന്റ്സ് നമ്മൾ പരിഗണിക്കും. സി, പേഴ്സണൽ ഇൻകം ആണ്, GDP അല്ല, GNP അല്ല, നിങ്ങളുടെ ഇൻകം ആണ്. നിങ്ങളുടെ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഏത് സോഴ്സും ആകാം. നിങ്ങൾ വർക്ക് ചെയ്ത് വേജ് ആയിട്ട് കിട്ടിയതായിരിക്കാം, സാലറി ആയിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടോ സ്കോളർഷിപ്പ് ആയിട്ടോ ചാരിറ്റി ആയിട്ടോ അങ്ങനെ കിട്ടുന്ന ഇൻകവും പരിഗണിക്കാം. ശരിയല്ലേ? അപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതാ പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും കൈൻഡ് ഓഫ് ഒരു ഡൊണേഷൻ ആയിട്ട് ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. അതിന് അതേ വർഷം അദ്ദേഹത്തിന് വർക്ക് ചെയ്ത് ഒരു 2 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു 3 ലക്ഷം രൂപ ഒരാൾക്ക് ഒരു വർഷം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇൻകം ആണ്. ഡൊണേഷൻ കിട്ടി 1 ലക്ഷവും പരിഗണിക്കും, വർക്ക് ചെയ്തുണ്ടാക്കി 2 ലക്ഷവും പരിഗണിക്കും. കാരണം ഇവിടെ GDP അല്ല നമ്മൾ നോക്കുന്നത്, GNP അല്ല നമ്മൾ നോക്കുന്നത്, പിന്നെ എന്താണ്, പേഴ്സണൽ ഇൻകം ആണ്. So, a crucial point, if it is personal income calculation as per the national income standard, you have to consider both fact earnings as well as transfer payments. അപ്പൊ ഫാക്ട് ഏർണിംഗ്സ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്ന റിട്ടേൺ ആണ് ഫാക്ട് ഏർണിംഗ്സ്. ഓക്കെ, ട്രാൻസ്ഫർ ഏർണിംഗ്സ് എന്താണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത്, ഡൊണേഷൻസ്, ചാരിറ്റി, ഗിഫ്റ്റ്, സ്കോളർഷിപ്പ്, പെൻഷൻസ്, സോഷ്യൽ സെക്യൂരിറ്റി, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പ്രധാനമായിട്ട് നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും, ട്രാൻസ്ഫർ ഏർണിംഗ്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് നമുക്ക് പറയാൻ സാധിക്കും. അത് പരിഗണിക്കും എവിടെ, പേഴ്സണൽ ഇൻകത്തിൽ. അപ്പൊ നാഷണൽ ഇൻകത്തിൽ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് പരിഗണിക്കില്ല, എന്നാൽ പേഴ്സണൽ ഇൻകത്തിൽ ട്രാൻസ്ഫർ ഏർണിംഗ്സ് പരിഗണിക്കും. അപ്പൊ പേഴ്സണൽ ഇൻകം നാഷണൽ ഇൻകം നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാക്ട് ഏർണിംഗ്സ് മാത്രം പരിഗണിക്കുകയും ട്രാൻസ്ഫർ ഏർണിംഗ്സ് എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏത്, നാഷണൽ ഇൻകം. അറ്റ് ദ സെയിം ടൈം പേഴ്സണൽ ഇൻകം എന്താണ്, ഒരേപോലെ ഫാക്ട് ഏർണിംഗ്സും ഫാക്ടർ പേയ്മെന്റ്സും അറ്റ് ദ സെയിം ടൈം ട്രാൻസ്ഫർ പേയ്മെന്റ്സും പരിഗണിക്കുന്നതാണ് ഏത്, പേഴ്സണൽ ഇൻകം. സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ടും കറക്റ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇൻവെന്ററി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. വളരെ മേജർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു നാഷണൽ ഇൻകം സ്റ്റാൻഡേർഡ്സ് നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, ഒരു നാഷണൽ ഇൻകം സ്റ്റാൻഡേർഡ് നമ്മളോട് എടുത്തു കഴിയുമ്പോഴത്തേനും എസ്പെഷ്യലി ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പൊ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ 2008 ഫ്രെയിംവർക്ക് UN നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഗ്ലോബൽ സ്റ്റാൻഡേർഡൈസേഷൻ നമുക്ക് അവിടെ ഫോളോ ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെ? സോ അപ്പം ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഈസ് ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് എന്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇൻവെന്ററി അതിന്റെ പാർട്ടാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻവെന്ററി എന്ന് വെച്ചാൽ എന്താണ്, ഒന്നെങ്കിൽ ഒരു അൺസോൾഡ് സ്റ്റോക്ക് ആയിരിക്കാം, അൺസോൾഡ് കമ്മ്യൂണിറ്റി, പ്രൊഡക്ഷൻ ചെയ്തു പക്ഷെ വിൽക്കാൻ സാധിച്ചില്ല, യെസ്, പാർട്ട് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. നേരെ തിരിച്ച് അൺഫിനിഷ്ഡ് കമ്മ്യൂണിറ്റി, ഇപ്പൊ ഫിനിഷ് ആയിട്ടില്ല, 80% വർക്ക് കഴിഞ്ഞു, 20% ഉൾപ്പെടെ കഴിഞ്ഞ മാർക്കറ്റിലേക്ക് എത്തിക്കാം, അതും എന്താണ്, ബേസിക്കലി ഇൻവെന്ററി ആണ്. സോ അപ്പോൾ സ്റ്റോക്ക് ആസ് വെൽ ആസ് അൺസോൾഡ് കമ്മ്യൂണിറ്റി, ഇത് രണ്ടും ബേസിക്കലി എന്താണ്, പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി സ്റ്റോക്ക് നടത്തിയിരിക്കുന്നു, അതും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നടത്തി എന്ന് കഴിഞ്ഞാൽ സെയിൽ ചെയ്യാൻ സാധിച്ചില്ല, ഇത് രണ്ടും എന്താണ്, നാഷണൽ ഇൻകം സ്റ്റാൻഡേർഡ്സ് നമ്മൾ പരിഗണിക്കുമ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നോക്കി ഇൻവെന്ററി ഇസ് ഇൻക്ലൂഡഡ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. എന്താണ്, ഇൻവെന്ററി ഇൻക്ലൂഡഡ് ആണ്. എങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സി, ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടതാണ്, ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ നമ്മൾ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന മിഷനറി അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബിൽഡിങ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ ഏതാണ്, ഫിക്സഡ്
ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ എന്താണ് ഇൻവെന്ററി അക്യുമുലേഷൻ, അൺസോൾഡ് ഗുഡ്സും അതേപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസും നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം, പാർട്ട് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ ആയിട്ട് തന്നെ നമുക്ക് നാഷണൽ ഇൻകം സ്റ്റാൻഡേർഡിൽ നമുക്ക് അവിടെ പരിഗണിക്കാം എന്നുള്ളതാണ്. അപ്പൊ എന്താ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ളത്? എക്കണോമിക് സർവേക്ക് എടുത്ത് കഴിഞ്ഞാൽ ഈ വേർഡ് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റേറ്റ് ഓഫ് എക്കോണമി എടുത്ത് നോക്കുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്താ? ദിസ് റെഫേഴ്സ് ടു ദ അഡീഷൻ ടു ക്യാപിറ്റൽ അസറ്റ്സ് ബോത്ത് ഫിക്സഡ് ആസ് വെൽ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതാണ് ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും നമ്മൾ പരിഗണിക്കുന്നതാണ്. ഫിക്സഡ് എന്ന് വെച്ചാൽ മിഷനറി, ബിൽഡിംഗ്സ്, എക്യുപ്മെന്റ്സ് ഒക്കെയാണ്. ആൻഡ് ദെൻ ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബട്ട് യെറ്റ് നോട്ട് സോൾഡ് നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ വർക്ക് പൂർണ്ണമായിട്ടില്ല, ഇനി നമുക്ക് കുറച്ച് വർക്ക് കൂടെ ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. അതുകൂടെ എന്താണ്? ഇൻവെന്ററി ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ ഇൻവെന്ററി ഏതിന്റെ പാർട്ടാണ്? ക്യാപിറ്റൽ ഫോർമേഷന്റെ പാർട്ടാണ് എന്നുള്ളതാണ്. സി, ഇനിയാണ് നമുക്ക് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് എടുത്തു നോക്കി. നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പൊ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. എന്താ സ്റ്റേറ്റ്മെന്റ്സ് അവിടെ പറഞ്ഞിരിക്കുന്നത്? GDP ഈസ് ഡിവോർഡ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഡബിൾ കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റിൽ GDP-യിൽ മൈനർ ഡബിൾ കൗണ്ടിങ് ഉണ്ട്. ഡൊണേഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഡൊണേഷൻസ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആണ്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കില്ല. പിന്നെ എന്ത് മാത്രമേ പരിഗണിക്കുകയുള്ളൂ? ഫാക്ടർ ഏർണിംഗ്സ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ആംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണേഷൻ ആണ്. ഡൊണേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആണ്. ട്രാൻസ്ഫർ പേയ്മെന്റ്സും ഒരേപോലെ അതേപോലെ തന്നെ ഫാക്ടർ പേയ്മെന്റ്സും പരിഗണിക്കുന്നതാണ് പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇൻവെന്ററി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റിൽ ഇൻക്ലൂഡഡ് ആണ്. യെസ്, സ്റ്റാൻഡേർഡ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷൻ പ്ലസ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി ആണ് ക്യാപിറ്റൽ ഫോർമേഷൻ ആയിട്ട് നമ്മൾ നാഷണൽ കാൽക്കുലേഷൻ ഡിഫൈൻ ചെയ്തുകൊണ്ട് ഡി സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. എന്താണ്? ദ ഫോറിൻ വർക്കേഴ്സ് ഇൻകം ഈസ് ഇൻക്ലൂഡഡ് ഇൻ GNP ബട്ട് നോട്ട് ഇൻ GDP. അപ്പൊ GDP-യും GNP-യും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതാണ് നമുക്ക് അറിയേണ്ട അടുത്ത ബേസിക് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സി, എപ്പോഴാണ് GDP GNP ആയിട്ട് മാറുന്നത്? നെറ്റ് ഫാക്ടർ ഇൻകം എബ്രോഡ് ആഡ് ചെയ്യുമ്പോഴാണ്. GDP-യുടെ കൂടെ നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ആഡ് ചെയ്യുമ്പോൾ നമുക്കത് എന്ത് കിട്ടും? ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള GDP GNP ആയിട്ട് മാറും. അപ്പൊ GDP-യും GNP-യും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേജർ ഡിഫറൻസ് എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ആൻഡ് എബ്രോഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആൾക്കാർ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഇൻകം, അതുപോലെ തന്നെ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ഇൻകം. ഇത് വർക്ക് ചെയ്യുന്ന മാത്രമല്ല, ഒരു കമ്പനിയുടെ ഏണിങ്സ് അടക്കം നമുക്ക് ഇതിനകത്തോടെ പരിഗണിക്കാവുന്നതാണ് എന്നുള്ളതാണ്. മൊത്തത്തിൽ ഓവറോൾ ആയിട്ടാണ് നമ്മളിവിടെ ബേസിക്കലി നമ്മളത് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഫാക്ടർ ഏണിങ്സ് എടുക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ആണ് ബേസിക്കലി. കാരണം ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന ഔട്ട്ഫ്ലോ ആണ് കൂടുതൽ ഇങ്ങോട്ട് വരുന്ന ഇൻഫ്ലോയെക്കാളും. റെമിറ്റൻസ് നമുക്ക് വളരെ ഹൈ ആണ്. പക്ഷേ കമ്പനികളുടെ ഓപ്പറേഷൻസ് ഒക്കെ എടുത്തു നോക്കിയതിനും ഇന്ത്യയിൽ നിന്ന് വേറെ കമ്പനികൾ ഇവിടെ വന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന പ്രോഫിറ്റ് മാർജിൻ വളരെയധികം കൂടുതലാണ് ഇന്ത്യൻ കമ്പനീസ് ഔട്ട്സൈഡ് മാർക്കറ്റിൽ പോയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഇൻകവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴത്തേനും കമ്പയർ ചെയ്യുമ്പോഴത്തേനും. അപ്പം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ എന്താണ്? ഇന്ത്യയുടെ GDP-യും GNP-യും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പരിഗണിക്കുമ്പോഴുള്ള മേജർ ഫാക്ടർ ആയിട്ട് വരുന്ന നെറ്റ് ഫാക്ടറിംഗ് ആൻഡ് എബ്രോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ എന്താണ്? നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ GDP-യും GNP-യും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും GDP-യെക്കാളും കുറവായിരിക്കും ഇന്ത്യയുടെ GNP എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ട്രേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അതാണ് ഫാക്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് ആണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ അതിലേക്കൊക്കെ വളരെ വ്യക്തമായിട്ട് നോട്ട്സ് ചെയ്യാൻ LMS ആഡ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ എടുത്ത് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ്, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഏത് പോയിന്റ് തന്നെയാണ്? കറക്റ്റ് പോയിന്റ് ആണ്. GDP GNP ആകുമ്പോൾ പ്രധാനമായിട്ട് ഇവിടെ പരിഗണിക്കുന്നതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ആൻഡ് എബ്രോഡ് ആണ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോറിൻ വർക്കേഴ്സ് ഇൻകം ഈസ് ഇൻക്ലൂഡഡ് ഇൻ GNP. യെസ്, GNP എന്ന് പറയുന്നത് എന്താണ്? GDP-യുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം എബ്രോഡ് ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പം ഫോറിൻ വർക്കേഴ്സ് ഇൻകം എന്ന് വെച്ചാൽ ഏതാണ്? നെറ്റ് ഫാക്ടർ ഇൻകത്തിന്റെ കോമ്പൗണ്ട് ആണ്. സോ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മളെ സംബന്ധിച്ച് എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ ഓവറോൾ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും ഏതാണ്? സ്റ്റേറ്റ്മെന്റ് നമ്പർ 1A തെറ്റാണ്. ഡബിൾ കൗണ്ടിങ്ങിന്റെ പ്രസൻസ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഡൊണേഷൻസ് ഒരിക്കലും നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കത്തില്ല. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ട്രാൻസ്ഫർ ഏർണിങ്സ് പരിഗണിക്കത്തില്ല. അതുപോലെ തന്നെ എന്താണ്? എക്സാക്ട്ലി അവിടെ പ്രൊഡക്റ്റീവ് ഇൻകം വരുന്നിരിക്കുന്ന ഫാക്ടർ ഏർണിങ്സ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ.
ഡൊണേഷൻസ് എന്ന അറ്റ് ദ സെയിം ടൈം പേഴ്സണൽ ഇൻകത്തിൽ പരിഗണിക്കും. കാരണം ഫാക്ടർ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നതും അതിന്റെ കൂടെ ട്രാൻസ്ഫർ ഇൻകം കൂടെ ചേർന്നാണ് ഏത് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. സി സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഡി ഇൻവെന്ററി എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ഫോർമേഷന്റെ പാർട്ടാണ്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഡിയും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആൻഡ് ദെൻ ഇയിലേക്ക് നമുക്ക് വന്നു ജി ഡി പിയും ജി എൻ പിയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോറിൻ വർക്കേഴ്സ് ഇൻകം ആണ്. അബ്സലൂട്ട്ലി ഫൈൻ ആണ്. കാരണം ബൈ ഇക്വേഷൻ ജി ഡി പി പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ആൻഡ് അബ്രോഡ് ഈസ് ഈക്വൽ ടു ജി എൻ ബി ആണ്. സോ അപ്പൊ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞത് ഏതാണ്? സി ആണ്. സി പ്ലസ് ഡി പ്ലസ് ഇ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ വരുന്നത്. സി പ്ലസ് ഇത് കണ്ടോ, എയും ബിയും തെറ്റാണ്, എയും ബിയും തെറ്റാണ്. സി അപ്പം ഈ പറയുന്ന രീതിയിലേക്ക് നമുക്ക് സിയും ഡിയും ഇയും നമ്മളെ സംബന്ധിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അപ്പൊ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരേണ്ടതാണ് സി ആണ്. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് അവിടെ പറയാൻ സാധിക്കുന്നത്. ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അല്ല, അബ്സല്യൂട്ട്ലി ഫൈൻ ആയിട്ട് ഒറ്റ ഓപ്ഷൻ ഇല്ലാത്തുള്ളൂ. കോംപ്ലിക്കേഷൻ ഒന്നും ആ ക്വസ്റ്റിനകത്ത് അവിടെ ഇല്ല എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഡിസ്കസ് ചെയ്യപ്പെട്ട കാര്യങ്ങളുണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഫാക്ടർ ഏർണിങ്സും ട്രാൻസ്ഫർ ഏർണിങ്സ് ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിൽ ഏതാണ് നാഷണൽ ഇൻകത്തിൽ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്, ഏതാണ് നമ്മൾ പേഴ്സണൽ ഇൻകത്തിൽ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ജി ഡി പിയും ജി എൻ പിയും നമ്മൾ പരിഗണിച്ച് ചെയ്യുമ്പോഴും നെറ്റ് ഫാക്ടർ ഇൻകം ആൻഡ് അബ്രോഡിന്റെ ഇംപ്ലിക്കേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട് എന്നതാണ്. അപ്പം ജി ഡി പിയും ജി എൻ പിയും തമ്മിൽ ഇന്ത്യയിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജി ഡി പിയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ആൻഡ് അബ്രോഡ് ചേർക്കുന്നതല്ലേ ഈ പറഞ്ഞിരിക്കുന്ന ജി എൻ പി എന്ന് ചോദിക്കും. ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജി ഡി പിയും ജി എൻ പിയും തമ്മിലുള്ള മാഗ്നിറ്റ്യൂഡ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജി എൻ പി ഈസ് ഗ്രേറ്റർ ദാൻ ജി ഡി പി എന്ന് വരേണ്ടതല്ലേ ഇന്ത്യയിൽ. പക്ഷെ അങ്ങനെയല്ല, ജി ഡി പി ഈസ് ഗ്രേറ്റർ ദാൻ ജി എൻ പി ആണ് ഇന്ത്യയിൽ. കാരണം ഇന്ത്യയുടെ നെറ്റ് ഫാക്ടർ ഇൻകം ആൻഡ് അബ്രോഡ് എന്താണ്? നെഗറ്റീവ് ആണ്. റെമിറ്റൻസ് ഇന്ത്യയിൽ വളരെ ഹൈ ആണ്. ഐ മീൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങോട്ട് അയക്കുന്ന എമൗണ്ട് വളരെ ഹൈ ആണ്. പക്ഷെ ഓവറോൾ ഔട്ട്ഫ്ലോയോടെ നമ്മളവിടെ പരിഗണിക്കും, ഇൻഫ്ലോയോട് നമ്മൾ പരിഗണിക്കും. ഇന്ത്യയിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റും ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന നമ്മളവിടെ പരിഗണിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ വലിയ രീതിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് പോകുന്ന എമൗണ്ടും വളരെയധികം കൂടുതലാണ്. സോ ഇന്ത്യൻ കമ്പനികളുടെ പ്രസൻസ് ആണ് ഈ പറഞ്ഞ രീതിയിലേക്ക് വളരെയധികം കുറവാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ. എന്നാൽ ഫോറിൻ കമ്പനികളുടെ പ്രസൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് നെറ്റ് ഫാക്ടർ ഇൻകം ആൻഡ് അവിടെ എന്തായിട്ട് മാറുന്നത്? നെഗറ്റീവായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഗെയിൻ നാഷണൽ ഇൻകം ഐഡന്റിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് ജി ഡി പി കാൽക്കുലേഷനിൽ. നമ്മൾ നേരത്തെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് കണ്ടിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓർ ജി ഡി പി ഇസ് ഡിഫൈൻഡ് ആസ് അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം പ്ലസ് ഇൻഡയറക്ട് ടാക്സസ് പ്ലസ് ഡിപ്രീസിയേഷൻ. That's equal to GDP. Option number 1. Option number 2. GDP is equal to aggregate domestic income plus indirect taxes minus depreciation. And then അടുത്തത് പറഞ്ഞിരിക്കുന്നു GDP is equal to aggregate domestic income plus depreciation minus indirect taxes. Next option പറഞ്ഞിരിക്കുന്നു GDP is equal to aggregate domestic income plus depreciation minus domestic production. ഏത് മെത്തേഡാ? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏത് മെത്തേഡാണ്? നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നമുക്ക് 3 മെത്തേഡ് നമുക്കുള്ളതെന്നറിയാം. പ്രൊഡക്ഷൻ മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏത് മെത്തേഡിൽ നിന്നാണ്? എവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏത് മെത്തേഡാ? ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. ഇൻകം മെത്തേഡ് ആണ്. ഇൻകം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നാഷണൽ ഇൻകം നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സോ നമുക്കപ്പം ഇൻകം മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കവിടെ നോക്കാം. 3 മെത്തേഡ് ഉണ്ട്, നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടാണ്. അതൊരു ഇൻകം മെത്തേഡ്. സോ ഇൻകം മെത്തേഡ് വരുമ്പോൾ നമ്മൾ ജി ഡി പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഇക്വേഷൻ എന്താണ്? നാഷണൽ ഇൻകം ഐഡന്റിറ്റി എന്താണ്? ജി ഡി പി ഈസ് ഈക്വൽ ടു aggregate domestic income plus indirect taxes plus depreciation ആണ്. കേട്ടോ? ഇൻകം മെത്തേഡ് അല്ലേ? ഇൻകം മെത്തേഡ് ആണ്. അപ്പൊ അഗ്രഗേറ്റ് ഇൻകം ആണ് അവിടെ പരിഗണിക്കുന്നത്. അഗ്രഗേറ്റ് ഇൻകം എന്ന് വെച്ചാൽ ഏതാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ടോട്ടൽ ഇൻകം. ഏതൊക്കെയാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഇത് കണ്ടോ? ലേബർ ആണെങ്കിൽ വേജ്, ലാൻഡ് ആണെങ്കിൽ റെന്റ്, ആൻഡ് ദെൻ ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ്, ഓണ്ടർപ്രണർ ആണെങ്കിൽ എന്ത്? പ്രോഫിറ്റ്. ഇത് 3ഉം എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻകം ആണ്. അതാണ് നമ്മുടെ ഇൻകം മെത്തേഡിൽ അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം ആയിട്ട് പരിഗണിക്കുന്നത്. അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഓവറോൾ ഇൻകം. പിന്നെ അതിലൂടെ നമ്മൾ എന്ത് പരിഗണിക്കും? പ്ലസ് ഇൻഡയറക്ട് ടാക്സസ്. ഫോർ എക്സാമ്പിൾ GST പോലുള്ള എക്സൈസ് ഡ്യൂട്ടീസ് പോലുള്ള എല്ലാ കമ്മ്യൂണിറ്റി, അതൊരു കമ്മ്യൂണിറ്റി നിങ്ങൾ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് മേടിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന എല്ലാ ടാക്സിനും ഏതാണ്? ഇൻഡയറക്ട് ടാക്സ്. അത് നമ്മൾ പരിഗണിക്കും. പിന്നെ എന്താണ്? അതിലൂടെ നമ്മൾ എന്തുകൂടെ പരിഗണിക്കണം? ഡിപ്രീസിയേഷൻ, ലോസ് ഓഫ് ക്യാപിറ്റൽ അതിലൂടെ പരിഗണിക്കണം. ഇതാണ് നമ്മൾ
ഇൻകം മെത്തേഡിൽ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, എന്താണ് അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഓവറോൾ ഏണിങ്സിനെയാണ് നമ്മൾ ഇൻകം മെത്തേഡിൽ അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറയുന്നത്. ലേബർ, വേജസ് ആൻഡ് സാലറീസ്, ലാൻഡ്, റെന്റ് ആൻഡ് ദെൻ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്, ഓൺടർപ്രണർ, പ്രോഫിറ്റ്. സി, അപ്പൊ നമ്മൾ എക്സാക്ട്ലി നമുക്കവിടെ അടുത്ത കോമ്പൗണ്ട്സ് നമുക്കവിടെ പറയാം. ഏതെല്ലാം കാര്യങ്ങൾ ചേർന്ന ഇക്വേഷനിലേക്ക് വന്നതിനും അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകത്തിന്റെ കൂടെ നമ്മൾ എന്ത് പരിഗണിക്കണം? ഇൻഡയറക്ട് ടാക്സസും അതേപോലെ തന്നെ എന്താണ് ഡിപ്രീസിയേഷൻ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയി എന്നുള്ളതാണ്. സോ അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. നമ്മുടെ ഓപ്ഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ നമ്പർ 1 നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം, വേജസ്, സാലറീസ് ആൻഡ് ദെൻ അതിന്റെ കൂടെ പ്രോഫിറ്റ് ആൻഡ് ദെൻ റെന്റ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് എന്ത് കിട്ടുന്നത്? അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം കിട്ടുന്നത്. അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം പ്ലസ് ഇൻഡയറക്ട് ടാക്സസ് പ്ലസ് ഡിപ്രീസിയേഷൻ. ഇതാണ് എക്സാക്ട് ഇക്വേഷൻ ഏതിന്റെ? ഇൻകം മെത്തേഡിന്റെ. ഓപ്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ഇൻകം എന്ന് പറയുന്നത് ശരിയാണ്, അതിലൂടെ ഇൻഡയറക്ട് ടാക്സ് കൂട്ടണമെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി നോട്ട് ചെയ്യുക, ഇൻകം മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കൂട്ടുകയല്ല നമ്മൾ ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ കുറയ്ക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അപ്പൊ ഇത് കണ്ടോ, ഇത് രണ്ടും നമ്മളുടെ മെയിൻ ഡിഫറൻസ്. ഇവിടെ വരെ ഇത് കറക്റ്റ് ആണ് നാഷണൽ കമ്പ്യൂട്ടേഷണൽ ഇൻകം മെത്തേഡിൽ, പക്ഷെ ഇവിടെ വന്ന് ഇതിന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞു, അത് പ്രോബ്ലം ആയി. അടുത്ത ഇക്വേഷൻ അവിടെ എടുത്ത് നോക്കിയേ. സോ അപ്പൊ GDP ഈസ് ഈക്വൽ ടു ഡൊമസ്റ്റിക് ഇൻകം പ്ലസ് ഡിപ്രീസിയേഷൻ. ഇവിടെ വരെ കറക്റ്റ് ആണ്, പക്ഷെ എന്താണ്? ഇൻഡയറക്ട് ടാക്സ് ഇവിടെ കുറയ്ക്കുകയല്ല വേണ്ടത്, കൂട്ടുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് ദെൻ അടുത്ത ഇക്വേഷൻ എടുത്ത് നോക്കിയേ. അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം പ്ലസ് ഡിപ്രീസിയേഷൻ, ഇവിടെ വരെ ശരിയാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ചെയ്യണം? പ്ലസ് ഇൻഡയറക്ട് ടാക്സ് വരേണ്ടതിന് പകരം ഇവിടെ എന്താ പറയുന്നത്? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നതാണ്. സോ അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? എ ആണ്. കണ്ടോ? അപ്പൊ നമ്മൾ ചുമ്മാ പഠിക്കുകയല്ല നമ്മൾ ചെയ്തത്. എന്തുകൊണ്ടാണ് എ ആൻസർ ആയത്? കറക്റ്റ് ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേനും ഇങ്ങനെയാണ് വരേണ്ടത്. സിഗ്മ ഡൊമസ്റ്റിക് ഇൻകം പ്ലസ് ഇൻഡയറക്ട് ടാക്സസ് പ്ലസ് ഡിപ്രീസിയേഷൻ ആണ്. ഇവിടെ വരുമ്പോൾ ഇവിടെ വരെ കറക്റ്റ് ആണ്, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിരിക്കുന്നു, അതാണ് ബി ഓപ്ഷന്റെ പ്രശ്നം. ഇവിടെ വരുമ്പോൾ ഇവിടെ വരെ കറക്റ്റ് ആണ്, ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്തിരിക്കുന്നു, അതാണ് ഇതിന്റെ പ്രശ്നം. ഇവിടെയും കറക്റ്റ് ആണ് ഡിപ്രീസിയേഷൻ വരെ, പിന്നീട് നമ്മൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഏത്? നെറ്റ് ഇൻഡയറക്ട് ടാക്സ്, അല്ലാതെ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമ്മൾ കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റൻ നമ്മളെ സംബന്ധിച്ച ആൻസർ ഏതാണ്? എക്സാക്ട്ലി എ ആണ് നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് അവിടെ വരേണ്ടത് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പൊ ഇതാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഓപ്ഷൻ. ക്ലിയർ ആയിരുന്നില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് നാഷണൽ ഇൻകം ബൈ ദി പ്രൊഡക്റ്റ് മെത്തേഡ്, വാല്യൂ ആഡഡ് മെത്തേഡ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സെക്ടേഴ്സ് ആർ കൺസിഡേർഡ്? അപ്പൊ എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മൾ കണ്ടിരുന്നു റീസെന്റ് ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇൻകം മെത്തേഡ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഇത് 2022 നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? പ്രൊഡക്റ്റ് മെത്തേഡ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്നു. ഓക്കെ, സോ ഏതൊക്കെ സെക്ടേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്റ്റ് മെത്തേഡിൽ അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് ചോദിച്ചിരിക്കുന്നത്? രജിസ്റ്റേർഡ് മാനുഫാക്ചറിംഗ് തന്നിട്ടുണ്ട്, അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, മൈനിങ് ആൻഡ് കോറിംഗ് തന്നിട്ടുണ്ട്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്ലി അൺരജിസ്റ്റേർഡ് മാനുഫാക്ചറിംഗ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? മാനുഫാക്ചറിംഗ് രണ്ട് തരത്തിൽ വന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന രജിസ്റ്റേർഡ് മാനുഫാക്ചറിംഗും ഡി എന്ന് പറയുന്ന അൺരജിസ്റ്റേർഡ് മാനുഫാക്ചറിംഗും. പിന്നെ എന്താണ്? ഈ ആയിട്ട് വന്നിരിക്കുന്നത് നോൺ മോണിറ്റൈസ്ഡ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡ് എന്താണ്? കോമ്പിനേഷൻ ക്വസ്റ്റൻ ആണ്. കോമ്പിനേഷൻസ് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഇതാണ് പ്രൊഡക്ഷൻ മെത്തേഡ് ഓർ പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. എക്കോണമി നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ദെൻ ദി ടെർഷറി. പ്രൈമറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നിരിക്കുന്നത്? അഗ്രികൾച്ചർ ആൻഡ് ദെൻ ഫോറസ്ട്രി, ഫിഷിംഗ്, മൈനിങ് പോലുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്, അഗ്രികൾച്ചറിൽ വരുന്നത്. ആൻഡ് ദെൻ അതായത് പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചർ ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, മൈനിങ് ഉണ്ട്. ആൻഡ് ദെൻ സെക്കൻഡറി സെക്ടറിൽ ഏതൊക്കെയാണ് വരുന്നിരിക്കുന്നത്? മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ സപ്ലൈ. ടെർഷറി ആണെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്? ട്രേഡ്, ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഗവൺമെന്റ് സർവീസസ് ആണ് ഇവിടെ വരുന്നത്, ടെർഷറി സെക്ടറിൽ വരുന്നത് എന്നുള്ളതാണ്. സി, ഇക്വേഷൻ എന്താണ്? ഗ്രോസ് വാല്യൂ ആഡഡ് ടോട്ടൽ, സിഗ്മ ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് ആണ്. അതാണ് നമ്മൾ ഇവിടെ പരിഗണിക്കാൻ പോകുന്നത്. ഈ പറയുന്ന ഒരു ഇക്വേഷൻ ഫോംസിൽ എന്താണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ ഇൻകം മെത്തേഡ് നമ്മൾ അവിടെ കണ്ടു. ആൻഡ് ദെൻ ഇവിടെ നമ്മൾ പരിഗണിക്കുന്ന ഇപ്പൊ ഏത് മെത്തേഡാണ്? പ്രൊഡക്ഷൻ മെത്തേഡാണ്. നാഷണൽ ക്വസ്റ്റ്യൻസിൽ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇക്വേഷൻസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡിവിഷൻ അനുസരിച്ച് ഏതൊക്കെ ഇൻക്ലൂഡഡ് ആണ്? മാനുഫാക്ചറിംഗ് ഇൻക്ലൂഡഡ് ആണോ? മാനുഫാക്ചറിംഗ് ഇൻക്ലൂഡഡ് ആണ്, സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ്.
ഓക്കെ. ആൻഡ് ദെൻ പിന്നെ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണോ? അഗ്രികൾച്ചർ, യെസ്, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണ് അവിടെ പ്രൈമറി സെക്ടറിൽ. പിന്നെ വരുന്നത് എവിടെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? മൈനിങ് ആൻഡ് കോറിയിങ് ആണോ? യെസ്. എവിടെ വരുന്നതാണ്? മൈനിങ്ങും കോറിയിങ്ങും എക്സാക്ട്ലി ഇത് പ്രൈമറി സെക്ടറിൽ വരുന്നതാണെന്നുള്ളതാണ്. ആൻഡ് ദെൻ പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു ഏതാണ്? അൺരജിസ്റ്റേർഡ് മാനുഫാക്ചറിങ് ഉണ്ട്. ഇത് ഏതുകൊണ്ട്? സെക്കൻഡറി സെക്ടറാണ്. അൺരജിസ്റ്റേർഡ് ഉണ്ടോ? യെസ്. ഇന്ത്യയുടെ ഒരു ബേസിക് ഫോംസ് എടുത്ത് കഴിയുമ്പോഴത്തേനും എല്ലാ മാനുഫാക്ചറിങ് യൂണിറ്റ്സും രജിസ്റ്റേർഡ് അല്ല. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും വലിയ രീതിയിലേക്കുള്ള രജിസ്റ്റർ ചെയ്യപ്പെടാത്തുള്ള എന്തുണ്ട്? മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇന്ത്യയിൽ വലിയ രീതിയിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ. അപ്പൊ അതും ഇന്ത്യയുടെ നാഷണൽ കമ്പ്യൂട്ടേഷൻ നമ്മൾ എന്താണ് പരിഗണിക്കും. എന്നാൽ നോൺ മോണിറ്റൈസ്ഡ് ആക്ടിവിറ്റീസ്, ഇപ്പൊ ഒരു ഹൗസ് ഹോൾഡിന്റെ ഇൻകം ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെ ഇൻകം ജനറേഷൻ ഇല്ല. ഹൗസ് ഹോൾഡിന്റെ സർവീസ് എന്ന് പറയുന്നത് നമ്മളൊരു പേയ്മെന്റ് ഒന്നും കൊടുക്കുന്ന കാര്യമല്ല. ബാർട്ടർ സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ അതൊരിക്കലും നാഷണൽ നമ്മൾ എന്താണ് പരിഗണിക്കുന്നുമില്ല. അപ്പൊ നമുക്ക് നോക്കാം ഓരോ സ്റ്റേറ്റ്മെന്റ്സിന്റെ മീനിങ് എന്താണെന്നുള്ളത്. രജിസ്റ്റേർഡ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നമ്മൾ പരിഗണിക്കുന്നതാണ് പ്രൊഡക്ഷൻ മെത്തേഡിൽ. രജിസ്റ്റേർഡ് മാനുഫാക്ചറിങ് എവിടെ വരുന്നതാണ്? ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണെന്നുള്ളതാണ്. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്. ഓക്കെ. ഫാമിംഗ്, ലൈഫ് സ്റ്റോക്ക്, ഫോറസ്ട്രി, ഫിഷിംഗ്, ഇതെല്ലാം നമ്മളവിടെ പരിഗണിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ എന്താ പറയുക? മൈനിങ് ആൻഡ് കോറിങ്, യെസ് എക്സാക്ട്ലി നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്. എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ്, കോൾ, പെട്രോളിയം പ്രൊഡക്ട്സ്, അതൊക്കെയാണ് ഈ പറയുന്നത് മൈനിങ് ആൻഡ് കോറിങ്ങിൽ വരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദെൻ മാനുഫാക്ചറിങ് വീണ്ടും കടന്നു വന്നിരിക്കുന്നു അൺരജിസ്റ്റേർഡ്. യെസ്, അതും ഇന്ത്യയുടെ നാഷണൽ ഇൻകം നമ്മൾ പരിഗണിക്കും. കാരണം ഈ പറഞ്ഞിരിക്കുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, ഇതൊക്കെ എന്താണ്? എല്ലാം ഒന്നും രജിസ്റ്റേർഡ് അല്ല ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മളിവിടെ എന്താണ് പരിഗണിക്കേണ്ടതാണ് എന്നുള്ളതാണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം നോൺ മോണിറ്റൈസ്ഡ് ആക്ടിവിറ്റീസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഹൗസ് ഹോൾഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബാർട്ടർ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊന്നും എന്തല്ല നമ്മൾ നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മോണിറ്ററി ട്രാൻസാക്ഷൻ അവിടെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ നാഷണൽ ഇൻകം നമ്മളവിടെ പരിഗണിക്കാത്തത്. ഹൗസ് ഹോൾഡ് വർക്കിന് നമ്മൾ ആർക്കും ചാർജസ് ഒന്നും കൊടുക്കുന്നില്ല ഇപ്പോൾ ഉള്ള ഇന്ത്യയുടെ ഒരു സോഷ്യോളജിക്കൽ സിസ്റ്റം വെച്ചിട്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, അത് നാഷണൽ ഇൻകത്തിൽ നമുക്ക് പരിഗണിക്കുക എന്ന് പറയുന്നത് ക്വൈറ്റ് പോസിബിൾ അല്ല എന്നുള്ളതാണ്. ശരിയല്ലേ? സോ അപ്പം ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇത് കണ്ടോ, എ, ബി, സി ആൻഡ് ഡി, ഇത് മൂന്നും നമ്മൾ എവിടെ പരിഗണിക്കേണ്ടതാണ്? നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ പ്രൊഡക്ഷൻ മെത്തേഡ് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇ എന്ന് പറഞ്ഞ നോൺ മോണിറ്റൈസ്ഡ് ആക്ടിവിറ്റി മാത്രം നമ്മൾ എന്താണ് പരിഗണിക്കില്ല. സോ അപ്പം സി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ട്. എ, ബി, സി, ഡി ഏത് മാത്രം പരിഗണിച്ചിട്ടില്ല? ഇ മാത്രം പരിഗണിച്ചിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് എക്സാക്ട്ലി ഓപ്ഷൻ സി ആണ്. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആണ് വരുന്നത്. ആൻഡ് ദെൻ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിലേക്ക് നോൺ മോണിറ്റൈസ്ഡ് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്താത്ത? ഇൻകം ജനറേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ബാർട്ടർ ട്രാൻസാക്ഷൻ ഉൾപ്പെടുത്താത്ത, മോണിറ്ററി എക്സ്ചേഞ്ച് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം അടുത്ത കൺഫ്യൂഷൻ വരാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റേർഡ് മാനുഫാക്ചറിങ് അതുപോലെ അൺരജിസ്റ്റേർഡ് മാനുഫാക്ചറിങ് വരുമ്പോൾ ഇത് രണ്ടും പരിഗണിക്കേണ്ടതുണ്ടോ? യെസ്, രണ്ടും പരിഗണിക്കണം. കാരണം ഇന്ത്യയിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും കോട്ടേജ് ഇൻഡസ്ട്രീസും എടുക്കുമ്പോൾ പലതും അൺരജിസ്റ്റേർഡ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെയും വാല്യൂഡേഷൻ നടത്തുന്നുണ്ട്. അതുകൂടെ നമ്മൾ പരിഗണിച്ചിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് നമുക്കിവിടെ മൂവ് ഓൺ ചെയ്യേണ്ടതാണ്. ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ? ആണോ? പോയിന്റുകൾ നോട്ട് ചെയ്തോ? അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യാം. യെസ്. അപ്പൊ പഠിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു കറക്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടും നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളെ കുറിച്ച്. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ രീതി. ആൻഡ് ദെൻ ഈ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിയുമ്പോൾ എന്ത് പഠിക്കണം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതനുസരിച്ച് ഞാനവിടെ അപ്ഡേറ്റ് ഇരിക്കുന്ന പവർ പോയിന്റ്സ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സി, December 21, June 22 മെർജർ സൈക്കിൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാൽക്കുലേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് എന്താണ്? ഫാക്ടർ കോസ്റ്റ് ആണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. നെറ്റ് ഇൻഡയറക്ട് ടാക്സ് തന്നിട്ടുണ്ട്. ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡീസ് തന്നിട്ടുണ്ട്. ഓക്കെ. സോ അപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 27,654 ആണ് അല്ലെ? 27,654 ആണ്. ഡിപ്രീസിയേഷൻ എത്രയാണ്? 2,847 ആണ് അല്ലെ? 2,847 ആണ് തന്നിരിക്കുന്നത്. ഇൻഡയറക്ട് ടാക്സസ് ലെസ് സബ്സിഡീസ്, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയും എത്രയാണ്? 2,160 ആണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്?
NDP ഫാക്ടർ കോസ്റ്റ് ആണ്. NDP ഫാക്ടർ കോസ്റ്റിന്റെ ഇക്വേഷൻ എന്താ? നമുക്കിത് നേരിട്ട് കണ്ടുപിടിക്കാം, അതുപോലെ സ്പ്ലിറ്റ് ചെയ്തും കണ്ടുപിടിക്കാം. NDP ഫാക്ടർ കോസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? GDP മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് ആണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് മൂന്ന് നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. GDP മാർക്കറ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 27,654 ആണ്. ആൻഡ് ദെൻ മൈനസ് ഡിപ്രീസിയേഷൻ. ക്വസ്റ്റ്യൻ നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എത്രയാണ്? 2,847 ആണ്. ആൻഡ് ദെൻ മൈനസ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡീസ്, അത് വെച്ചാൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സസ്, അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇൻഡയറക്ട് ടാക്സ് ലെസ് സബ്സിഡീസ് എത്രയാണ്? 2,160 തന്നിട്ടുണ്ട്. ഡിഡക്ട് ചെയ്താൽ മതി. GDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഡിഡക്ട് ചെയ്യണം. ആ ഡിപ്രീസിയേഷൻ ഡിഡക്ട് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ എന്ത് ഡിഡക്ട് ചെയ്യണം? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് നമ്മൾ ഡിഡക്ട് ചെയ്യണം. 22,647. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഏതാ? അപ്പം ഓപ്ഷൻ ബി ആണ്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത് മുഴുവൻ ഇക്വേഷൻസും ഞാൻ LMS അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട സ്ലൈഡ്സ് ഞാൻ LMS അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എടുത്ത് നോക്കിയാൽ മതി. ഫുൾ ഇക്വേഷൻസ് അതിനകത്തുണ്ട്. വളരെ ക്ലാരിറ്റിയോടുകൂടി ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. നേരിട്ടുള്ള ഇക്വേഷൻസും അതേപോലെ തന്നെ സ്പ്ലിറ്റപ്പ് ചെയ്ത് പഠിക്കുന്ന രീതി നിങ്ങൾ ഉറപ്പായിട്ട് എന്താണ് മനസ്സിലാക്കി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അപ്പം എല്ലാവരും LMS നോക്കിയിട്ട് നാഷണൽ കമ്പ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ഇക്വേഷൻസും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇന്ന് തന്നെ പോയിട്ട് അത് പഠിച്ചു വെക്കണം. ക്ലിയർ? ചെയ്യുവോ? ഓക്കെ. സോ അവിടെ നമുക്ക് അടുത്തൊരു മെത്തേഡ് കൂടെ ഉണ്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് ഇക്വേഷൻ മെത്തേഡാണ്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളോട് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഫാക്ടർ കോസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാ സ്പ്ലിറ്റപ്പ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? GDP മാർക്കറ്റ് പ്രൈസും ഡിപ്രീസിയേഷൻ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. അത് എത്രയാണ്? 24,807 ആണ്. ഓക്കെ. ആൻഡ് ദെൻ NDP മാർക്കറ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഫാക്ടർ കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ്ട് എന്ത് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ മതി. ഇമീഡിയറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് ഈ കിട്ടിയിരിക്കുന്ന ഒരു എമൗണ്ടിൽ നിന്ന് നമ്മൾ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് നമുക്ക് തന്നിട്ടുണ്ട് 2,660. ഡയറക്റ്റ് നമുക്ക് എത്ര കിട്ടും? ഇതേ സെയിം എമൗണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. രണ്ടും എക്സാക്ട്ലി സെയിം ആണ്. ഇവിടെ നമ്മൾ നേരിട്ട് ആൻസേഴ്സ് കണ്ടു എന്നുള്ളതാണ്. അപ്പുറത്ത് നമ്മളവിടെ എന്താണ്? ഇമ്മീഡിയറ്റ്ലി രണ്ടാമത്തെ മെത്തേഡിലേക്ക് നമ്മളവിടെ ഫോളോ ചെയ്തു എന്നുള്ളതാണ്. അതാണ് അടുത്തൊരു മെത്തേഡ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. GDP എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കറന്റ് പ്രൈസ് ഇസ് കോൾഡ് വാട്ട്? കറന്റ് പ്രൈസ് ആണ്. കറന്റ് പ്രൈസിൽ GDP എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്? യെസ്, നോമിനൽ GDP ആണ്. നോമിനൽ GDP ആണ്. നേരെ തിരിച്ച് GDP എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ബേസ് ഇയർ പ്രൈസ് ആണെങ്കിൽ അത് എന്താണ്? റിയൽ GDP ആണ്. കണ്ടോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ വളരെ നേരിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. GDP കറണ്ട് പ്രൈസിനാണെങ്കിൽ അത് നോമിനൽ GDP ആണ്. എന്നാൽ അത് ബേസ് ഇയർ പ്രൈസിനാണെങ്കിൽ എന്താണ്? റിയൽ GDP ആണ്. അതാണ് നമുക്ക് ആൻസർ ആയിട്ട് അറിയേണ്ടത്. നേരിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ നമുക്ക് അവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ എടുത്തു നോക്കി, എന്താണ് GDP അറ്റ് നോമിനൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ഓവറോൾ നമ്മൾ സെയിൽ ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ കറണ്ട് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ സംബന്ധിച്ച് എന്ത്? നോമിനൽ GDP എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പൊ നോമിനൽ GDP ഈസ് ഈക്വൽ ടു സിഗ്മ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടൈംസ് കറണ്ട് പ്രൈസസ് ആണ്. അപ്പൊ കറണ്ട് പ്രൈസിനെ ഓവറോൾ കമ്മ്യൂട്ട് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് കിട്ടും? നോമിനൽ GDP കിട്ടും. ഇതേ ഇക്വേഷൻ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇത് നോമിനൽ GDP മാറി എന്തായിട്ട് മാറും? അതായത് ഇൻഫ്ലേഷനോട് അഡ്ജസ്റ്റഡ് അല്ല നോമിനൽ GDP. കാരണം നമ്മൾ പരിഗണിക്കുന്നതാണ് കറണ്ട് ഇയർ പ്രൈസ് ആണ്. ഇതേ ഇക്വേഷനിൽ ഈ കറണ്ട് ഇയർ പ്രൈസ് മാറ്റി നമ്മൾ ബേസ് ഇയർ പ്രൈസ് ഇട്ട് നമുക്ക് എന്തായിട്ട് മാറും? റിയൽ GDP ആയിട്ട് മാറും. റിയൽ GDP. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ എടുത്ത് നോക്കിയേ, GDP എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കറണ്ട് പ്രൈസ് എന്നത് നോമിനൽ GDP ആണ്. അല്ലെങ്കിൽ GDP എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ബേസ് ഇയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? റിയൽ GDP ആണ്. റിയൽ GDP ആണ്. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ നോക്കാം. നോമിനൽ GDP എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് അല്ല എന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് അല്ലാതെ കറണ്ട് ഇയർ പ്രൈസ് വെച്ച് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് നോമിനൽ GDP എന്ന് പറയുന്നത്. പിന്നെ ഈ നോമിനൽ GDPയുടെ കാൽക്കുലേഷൻ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് നമുക്ക് റിയൽ GDP കണ്ടുപിടിക്കാം. ഇവിടെ എന്ത് ചെയ്താൽ മതി? റിയൽ GDP ഈസ് ഈക്വൽ ടു സിഗ്മ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടൈംസ് കറന്റ് പ്രൈസ് എന്നുള്ള ഇവിടെ നമുക്ക് ബേസ് ഇയർ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? റിയൽ GDP ആണ്. അതല്ലാതെ റിയൽ GDPക്ക് വേറെ ഇക്വേഷൻ ഉണ്ടല്ലോ. ഏതാണ്? ദ റിയൽ GDP ഈസ് ഈക്വൽ ടു നോമിനൽ GDP ഡിവൈഡ് ബൈ പ്രൈസ് ഇൻഡെക്സ് ടൈംസ് 100 എന്ന് പറയുന്നത് എന്താണ്? അതും റിയൽ GDPയുടെ വേറൊരു ഇക്വേഷൻ ആണ്. അപ്പം റിയൽ GDPക്ക് നമുക്ക് രണ്ട് ഇക്വേഷൻ പറയാം. എന്താണ്? സിഗ്മ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടൈംസ് ദി ബേസ് ഇയർ പ്രൈസ് ഈസ് ഈക്വൽ ടു റിയൽ GDP ആണ്. അതർവൈസ് ഏതാ പറഞ്ഞിരിക്കുന്നത്? റിയൽ GDP ഈസ് ഈക്വൽ ടു നമ്മുടെ കൈവശം നോമിനൽ GDPയും പ്രൈസ് ഇൻഡെക്സും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് റിയൽ GDP കണ്ടുപിടിക്കാം. അപ്പൊ കാൽക്കുലേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് വരുമ്പോൾ ഈ രണ്ട് പോസിബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങളുടെ ക്വസ്റ്റൻസിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിയൽ GDP കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുകയും ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സും ബേസ് ഇയർ പ്രൈസും ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിയൽ GDP കണ്ടുപിടിക്കാം. സിഗ്മ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്
ടൈംസ് ബേസ് ഇയർ പ്രൈസ്. നിങ്ങൾ LMS നോട്ട് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഒരു ടേബിൾ കൊടുത്ത് കാൽക്കുലേഷൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എടുത്ത് കറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാം. അതിന് പിന്നെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് NDP ആണ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? GDP നിന്ന് ഡിപ്രീസിയേഷൻ കുറയുന്നതാണ്. അടുത്ത ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? GNP ആണ്. GNP എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ കണ്ടാണ്, GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഏൺ ഫ്രം അബ്രോഡ് ആണ്. അതൊന്നും വരില്ല. ഓക്കെ, സോ അപ്പം എല്ലാ ഓപ്ഷനും നമ്മൾ സോൾവ് ചെയ്തു. റിയൽ GDP ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കറണ്ട് ഇയർ പ്രൈസ് മാറി ബേസ് ഇയർ പ്രൈസ് വരണം. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണെങ്കിൽ GDP യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ്. നോമിനൽ GDP ആണെങ്കിൽ എക്സാക്ട്ലി കറക്റ്റ് ആണ്, ഈ പറഞ്ഞിരിക്കുന്ന കറണ്ട് പ്രൈസ് കൊണ്ടും എക്സ്പ്രസ് ചെയ്യുന്നതാണ്. നാഷണൽ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? GNP ആണ്. GNP എന്ന് പറഞ്ഞാൽ നമ്മൾ പരിഗണിക്കുന്നത് എന്താണ്? ഇതിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഏൺ അബ്രോഡ് ആണ് എന്നുള്ളതാണ്. ക്ലിയർ? സോ അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. എന്താണ്? GDP എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് കറണ്ട് ഇയർ പ്രൈസ് എക്സാക്ട്ലി അതാണ് നോമിനൽ GDP ആണ്. അത് ബേസ് ഇയർ പ്രൈസ് ആണെങ്കിൽ എന്തായിട്ട് മാറും? റിയൽ GDP ആയിട്ട് മാറും. ക്ലിയർ? ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം അല്ല, നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിരുന്ന അനദർ വൺ ഓഫ് ദി ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലേക്ക് നമുക്കത് പറയാൻ സാധിക്കുന്നതാണ്. ക്വസ്റ്റിനും അതിന്റെ ഇന്റർപ്രിട്ടേഷനും ക്ലിയർ ആണല്ലോ, അല്ലെ? ആണോ? യെസ് ഓർ നോ? യെസ്. അത് കൂടുതൽ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യണ്ട. ഞാൻ ആ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ നോട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി. LMS എടുത്ത് റെഫർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യാം, കോൺസെപ്റ്റ്സ് ക്ലാരിറ്റിയോട് കൂടി വർക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എവിടുന്നായിരുന്നു? ഏത് മെത്തേഡായിരുന്നു? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് കോൺസെപ്റ്റിലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആയിരുന്നു. ഓർക്കുന്നില്ലേ? അവിടെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആയിരുന്നു. നമുക്ക് ഒരു പുതിയ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കാണിക്കാവേ. 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2020 4 വർഷം മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. ഇത് ഈ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് റെപ്രസെന്റ് നാഷണൽ ഇൻകം ഐഡന്റിറ്റി എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ ഇൻകം ഐഡന്റിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ഇക്വേഷൻ ആണെന്ന് ചോദിച്ചിരിക്കുന്നു. ആൻഡ് ദെൻ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നു y is equal to c plus i plus x എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻഡ് ദെൻ അടുത്ത ഓപ്ഷൻ y is equal to c plus i plus g plus s സേവിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നു y is equal to c plus i plus g plus net exports എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നു y is equal to c plus i plus g plus m എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻഡ് ദെൻ കോമ്പിനേഷൻസ് തന്നിരിക്കുന്നത് only c, b, c, d and then a, b, c. Which one of the following exactly represents the national income identity എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ കണ്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ നമ്മൾ നേരിട്ട് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു. ഇവിടെ അതേ ഇക്വേഷൻ എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. കാരണം ഇവിടെ എടുത്തു നോക്കാം, ഒന്നാമത്തെ ഇക്വേഷന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു ക്ലോസ്ഡ് ഇക്കോണമി മോഡലാണ് ആക്ച്വലി. ഓക്കെ, സോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന ഇത് കണ്ടോ, ക്ലോസ്ഡ് എക്കോണമി മോഡൽ എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്താണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് അവിടെ ഒന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ് നമുക്കവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി എന്ന് ഞാൻ പറയുമ്പോൾ കോമ്പിനേഷനിൽ ഏതാ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ബി ആയിട്ട് നമുക്ക് അവിടെ പറയേണ്ടി വരും. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? ഓൺലി സി എന്ന് പറയുന്നതാണ് എന്റെ ആൻസർ. ഓൺലി സി എന്ന് വെച്ചാൽ എന്താണ്? ഇത് y is equal to c plus i plus g plus നെറ്റ് എക്സ്പോർട്ട്. പൂർണ്ണമായിട്ടും വന്നിരിക്കുന്ന ഒരു നാഷണൽ ഇൻകം ഐഡന്റിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? ഈ സി മാത്രമാണ്. അപ്പൊ ഓൺലി സി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് അവിടെ വരേണ്ടത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ അല്ലേ? കാരണം ഈ തന്ന ഐഡന്റിറ്റികളെല്ലാം ബാക്കിയുള്ള ഐഡന്റിറ്റികൾ അതിൻ്റെതായ ഇക്വേഷനിൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ എ എടുത്തു നോക്കുക. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? c plus i plus എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ അവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത്? ഇമ്പോർട്ട് അവിടെ മിസ്സിംഗ് ആണ്. ഇമ്പോർട്ട് സബ്സ്ട്രാക്ട് ചെയ്യണം, അവിടെ പറഞ്ഞിട്ടില്ല. അടുത്ത ഓപ്ഷൻ അവിടെ പറഞ്ഞിരിക്കുന്നു c plus i plus g plus s എന്ന് പറഞ്ഞിരിക്കുന്നു. ഇല്ല, സേവിങ്സ് ഒരിക്കലും നമ്മൾ നാഷണൽ ഐഡന്റിറ്റി പരിഗണിക്കത്തില്ല. ഇതിനോട് എന്താ പറയുന്നത്? നെറ്റ് എക്സ്പോർട്ട് ആണ് പരിഗണിക്കേണ്ടത്. ഒരിക്കലും എസ് കടന്നു വരില്ല നാഷണൽ കാൽക്കുലേഷനിൽ. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ വരുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് ദെൻ പിന്നീട് എന്താണ് അടുത്ത ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്? c plus i plus g plus നെറ്റ് എക്സ്പോർട്ടിൽ എന്തില്ല? എക്സ്പോർട്ട് ഇല്ല, ഇമ്പോർട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ നമുക്ക് എന്താണ്? എക്സ്പോർട്ട് അപ്പം സബ്സ്ട്രാക്ട് വേണം. അപ്പൊ ബേസിക്കലി പറഞ്ഞു കഴിയുമ്പോഴത്തേനും എക്സ്പോർട്ട് മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് മാത്രം വെച്ച് നമ്മൾ അവിടെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എക്സാക്ട്ലി അവിടെ എന്താണ്? ഈ പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് പ്രശ്നമുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയല്ലേ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ? ആണോ? ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? എസ് ഓർ നോ? ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങി ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, 2020 ചോദിച്ച അതേ ക്വസ്റ്റ്യൻ 2024 വീണ്ടും ചോദിച്ചിരിക്കുന്നത്. ഇതിനാണ് ഞാൻ പറയുന്നത്, മാക്സിമം നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്താൽ തന്നെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി മനസ്സിലാവും. ഈസി ആയിട്ട് നമുക്ക് എക്സാമിന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇത് കണ്ടോ,
ഇത്രയും കുറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതാണ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റീസ് നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റിന്റെ അഡാപ്റ്റേഷൻ ആയിരുന്നു. പക്ഷേ ഇതൊരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മിസ്റ്റേക്ക് പറ്റുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. എന്ത് ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ഐഡന്റിറ്റി കറക്റ്റ് ആയിട്ട് സി ആണ് നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെ? സി ആണ്. എന്നിട്ട് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സി മാർക്ക് ചെയ്ത് വെക്കും. ഓപ്ഷനിൽ പോയിട്ട് സി മാർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. B+C+D എന്ന കോമ്പിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കണ്ടുപിടിച്ച ഓപ്ഷൻ ഏതാണ്? സി ആണ്. അത് കറക്റ്റ് ആയിട്ട് വരുന്നത് എവിടെയാണ്? കോമ്പിനേഷൻ ബിയിലാണ് വരുന്നത്, ഓൺലി സി എന്ന് പറയുന്നത്. ഇങ്ങനെ മിസ്റ്റേക്കുകൾ വരുത്തിയത് തെറ്റിക്കുന്ന കുട്ടികളും ഉണ്ട്. ഓക്കെ, അത് വരാതിരിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി എക്സാം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അപ്പിയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പം ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, റിപ്പീറ്റേഷൻ തന്നെയാണ്. പക്ഷേ ഒരു ബേസ് ഫോംസിലാണ് നമുക്ക് അവിടെ എന്ത് ചെയ്ത് വന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻസ് അവിടെ മാറി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജൂൺ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, എല്ലാ പ്രാവശ്യവും ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്റെ പോയിന്റ് ഇതാണ്, മാക്രോ എക്കണോമിക്സിൽ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മിനിമം ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ലാസ്റ്റ് ടൈമിൽ 3 ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളതാണ്. അപ്പൊ പഠിച്ചിട്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ജയിക്കാൻ വേണ്ട മാർക്കിൽ ഒരു മാർക്ക് അവിടുന്ന് തന്നെ കിട്ടും. നമ്മൾ നന്നായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ 2 ക്വസ്റ്റിനും അതിന് മുന്നത്തെ പ്രാവശ്യം 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സിറ്റുവേഷൻ. സോറി, ലാസ്റ്റ് ടൈം 3 ക്വസ്റ്റിനും അതിന് മുന്നത്തെ പ്രാവശ്യം 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഏത് ടൈം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ആയിട്ട് അവിടുന്ന് ഈ ടോപ്പിക്കിൽ നിന്ന് ഉണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. സി, ഇത് കണ്ടോ? See, which one of the following situations represents the economic investments in national income calculation? National income calculation investment ആയിട്ട് പരിഗണിക്കുന്ന ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കുന്ന ഏതാണ്? Okay, so buying a newly constructed house for self-occupation, buying a car by a publishing agency for delivery purpose, buying a new shares, buying a new car by household. See, എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, UGC ക്വസ്റ്റ്യൻസിൽ ചില ക്വസ്റ്റ്യനുകൾ ഫ്രെയിം ചെയ്യുമ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്ക് ഉണ്ട്. ലാസ്റ്റ് ലൈവില് ഞാൻ UGCയുടെ ഒഫീഷ്യൽ ആൻസർ കീഴിൽ പോലും തെറ്റുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓർക്കുന്നുണ്ടോ? യെസ് ഓർ നോ? ലാസ്റ്റ് ലൈവിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന മിസ്റ്റേക്കുകൾ, അതേ പ്രശ്നങ്ങൾ പല ക്വസ്റ്റ്യൻസിലും ഉണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് റൈറ്റ് കോമ്പിനേഷൻ ഇല്ലായിരിക്കാം, അത് കറക്റ്റ് ആൻസർ ഇല്ല. ബട്ട് സ്റ്റിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആൻസർ ആകാൻ പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. ഏറ്റവും ബെസ്റ്റ് ആൻസർ എവിടെ ഇല്ല? ആ കോമ്പിനേഷൻ ഇല്ല. അതായത് ഈ ക്വസ്റ്റ്യന്റെ ഏറ്റവും ബെസ്റ്റ് ആൻസർ ആയിട്ട് വരേണ്ട ഓപ്ഷൻ ആ കോമ്പിനേഷൻ ഇല്ല. ബട്ട് ഉള്ള ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൻസർ നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് ക്വസ്റ്റ്യൻ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് കണ്ടോ? കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ കാൽക്കുലേഷനിൽ പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കുന്ന ഐറ്റം ആണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നു ബൈ ന്യൂ ഷെയർസ്. നോ, ഷെയർ മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കത്തില്ല. കാരണം അത് കമ്പനിയുടെ ഡാലുവേഷൻ ആണ്, ഓണർഷിപ്പിന്റെ. അത് നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തതാണ് ആ കമ്പനിയുടെ ഫോർമേഷനിൽ. അതിന്റെ ഓണർഷിപ്പ് ഡാലൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൗണ്ട് കഴിഞ്ഞാൽ ഡബിൾ കൗണ്ടിങ് ആവും. അതുകൊണ്ട് ഒരിക്കലും ഷെയർസ് നമ്മൾ എന്ത് പരിഗണിക്കില്ല? നാഷണൽ ഇൻകത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കത്തില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നു ബൈങ് എ കാർ ബൈ എ പബ്ലിഷിംഗ് ഹൗസ് ഫോർ ഡെലിവറി പർപ്പസ്. സി, ഒരു ഊബർ കമ്പനി ഒരു കാർ മേടിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ ഒരു പബ്ലിഷിംഗ് ഹൗസ് ഒരു കാർ മേടിച്ചു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല. കാരണം ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള മെഷീനറിയോ അതിന്റെ ബിൽഡിങ്ങോ അതിന്റെ ഏതെങ്കിലും കൈൻഡ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ ഇവർ മേടിച്ചിരിക്കുന്നത് എന്തിനാണ്? ഡെലിവറി പർപ്പസിന് വേണ്ടിയാണ്. ഡെലിവറി പർപ്പസിന് വേണ്ടി കാർ മേടിച്ചു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, അത് പിന്നെ എന്താണ്? ഇന്റർമീഡിയറ്റ് കൺസംഷൻ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ബൈങ് എ കാർ ബൈ എ ഹൗസ് ഹോൾഡ്. ബൈങ് എ കാർ ബൈ എ ഹൗസ് ഹോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, അതെന്താണ്? പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ അത് ഡ്യൂറബിൾ കമ്മ്യൂണിറ്റി ആണ്, നോട്ട് ദ പോയിന്റ്. അപ്പൊ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കാവുന്ന ഒരേ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? ബൈങ് എ ന്യൂലി കൺസ്ട്രക്റ്റഡ് ഹൗസ് ഫോർ സെൽഫ് ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ആണ്. ഇനിയാണ് വളരെ വിചിത്രമായിട്ടുള്ള ഓപ്ഷൻസ് UGC പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓൺലി എ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. ഒന്നാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നു A, B and C. രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നു ABCD എല്ലാം ആണ്. ACD ആൻഡ് ദെൻ C ഓപ്ഷൻ. ഡി പറയുമ്പോൾ A+D. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ഓൺലി എ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന നാഷണൽ സ്റ്റാൻഡേർഡ്സ് എടുക്കുമ്പോൾ ഒറ്റ ഓപ്ഷൻ ഇതിനകത്തുള്ളൂ. ഏതാണ്? ബൈങ് എ ന്യൂലി കൺസ്ട്രക്ഷൻ ഹൗസ് ആണ്. ഓൺലി എ എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ ഇതിനകത്ത് ഇല്ല. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതിൽ എന്ത് കണ്ടുപിടിക്കണം? ഒരു കോമ്പിനേഷൻ നമ്മൾ ചൂസ് ചെയ്യണം. ലിസൺ ടു മീ, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് മനസ്സിലായി. എന്താണ് ഇത്? ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ വരുന്നൊരു മിസ്റ്റേക്ക് ആണ്.
പക്ഷെ ഈ ക്വസ്റ്റ്യൻ സ്റ്റിൽ എന്തുണ്ട്, ഒരു ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നാഷണൽ ഇൻകം സ്റ്റാൻഡേർഡ്സ് എടുക്കുമ്പോൾ ഓൺലി എ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും ആൻസർ വരാൻ സാധ്യതയുള്ളത് ഏതാണോ അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ കുറച്ചെങ്കിലും ഇതിന്റെ അകത്ത് ആൻസർ വരാൻ സാധ്യതയുള്ള ഏതാണ്, ഓൺലി എ ഇല്ല എന്നുണ്ടെങ്കിൽ എയുടെ കൂടെ ഏതൂടെ കടന്നു വരുന്നതാണ്, എയുടെ കൂടെ ഡിയുടെ കടന്നു വരുന്നതാണ്. A+D എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്, A+D എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അവിടെ വരേണ്ടത്. ഫോർ എക്സാമ്പിൾ, ബൈങ് എ കാർ ബൈ എ ഹൗസ് ഹോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നാഷണൽ ഇൻകത്തിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല, പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ആണ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ ഡ്യൂറബിൾ കമ്മ്യൂണിറ്റിയുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്തായിട്ട് പരിഗണിക്കാൻ സാധിക്കും, ഡ്യൂറബിൾ കമ്മ്യൂണിറ്റിയുടെ കൺസംഷൻ ആയതുകൊണ്ട് തന്നെ കൺസംഷൻ ആയിട്ട് ആണ് സ്റ്റാൻഡേർഡിൽ പരിഗണിക്കേണ്ടത്. പക്ഷെ ഓൺലി എ എന്നൊരു കോമ്പിനേഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എയുടെ കൂടെ ഏറ്റവും മിനിമം വരുന്ന ഡി നമ്മൾ ഓപ്ഷൻ ആയിട്ട് പരിഗണിക്കുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ബൈങ് എ കാർ ബൈ എ ഹൗസ് ഹോൾഡ് നമ്മളോട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മളവിടെ പരിഗണിക്കും. അപ്പൊ ഒരു മേജർ പോയിന്റ് ഈ ക്വസ്റ്റിനിലെ ബൈങ് എ കാർ ബൈ എ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം സ്റ്റാൻഡേർഡിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല. പക്ഷെ നമ്മുടെ ഈ ഓപ്ഷൻ നമ്മൾ പരിഗണിക്കുമ്പോൾ അത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കേണ്ടി വരും. കാരണം ഓൺലി എ എന്നൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് എല്ലാം വലിയ ഹ്യൂജ് മിസ്റ്റേക്സ് ഉള്ളതുകൊണ്ടും ആ ഓപ്ഷൻ നമുക്കൊരു മൈനർ മിസ്റ്റേക്കുള്ള ഓപ്ഷൻ ആയിട്ട് പരിഗണിച്ച് അത് നമ്മൾ ആൻസർ ആയിട്ട് എടുക്കേണ്ടി വരും. കാരണം ബൈങ് എ കാർ ബൈ എ ഹൗസ് ഹോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡ്യൂറബിൾ കമ്മ്യൂണിറ്റിയുടെ കൺസെപ്ഷൻ ആണതുകൊണ്ട് മേ ബി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കാം എന്ന് പറഞ്ഞ മൈന്യൂട്ട് പോസിബിലിറ്റി വെച്ചിട്ടാണ് A+D എന്ന് പറയുന്നത് ഡി റൈറ്റ് ആൻസർ ആയിട്ട് നമ്മളവിടെ പരിഗണിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ ആൻസറിലേക്ക് വന്നു. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അതിന് എന്ത് നോക്കേണ്ടതുണ്ട്, എക്സ്പ്രഷൻസ് നമുക്ക് നോക്കേണ്ടത് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സി ഇവിടെ എടുത്ത് നോക്കാം. ബൈങ് എ ന്യൂലി കൺസ്ട്രക്റ്റഡ് ഹൗസ് ഫോർ സെൽഫ് ഒക്യുപ്പേഷൻ. യെസ്, എക്സാക്ട്ലി. നാഷണൽ കമ്പ്യൂട്ടേഷനിൽ ഇത് നമുക്ക് എന്തായിട്ട് പരിഗണിക്കാവുന്നതാണ്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇൻവെസ്റ്റ്മെന്റ് പാർട്ടാണ്, പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഏതാണ്, ന്യൂലി കൺസ്ട്രക്റ്റഡ് ഹോം എന്ന് പറഞ്ഞിരിക്കുന്നത് സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടിയുള്ളത്. ഓക്കെ, സോ അപ്പൊ നമ്മളത് നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കും എന്ന് മാത്രമല്ല നാഷണൽ ഇൻകം ക്യാപിറ്റൽ ഫോർമേഷൻ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മളത് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്, ബൈങ് എ ഷെയർസ്. നോ, ഇൻവെസ്റ്റ്മെന്റിൽ എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ GDP-യിൽ പരിഗണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നാഷണൽ കാൽക്കുലേഷൻ പരിഗണിക്കുള്ളൂ. ഒരിക്കലും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പരിഗണിക്കില്ല. കാരണം GDP കാൽക്കുലേഷൻ അല്ലെങ്കിൽ GNP കാൽക്കുലേഷൻ അല്ലെങ്കിൽ നാഷണൽ കാൽക്കുലേഷൻ നമ്മൾ പരിഗണിക്കുന്ന റിയൽ പ്രൊഡക്ഷൻ ആണ്. ഒരു ഷെയർ മേടിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ ഇല്ല, നിങ്ങൾ ആ കമ്പനിയുടെ ഓണർഷിപ്പ് ആണ് നിങ്ങൾ മേടിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി ഓൾറെഡി ഫോം ചെയ്തേക്കുന്നതാണ്. ഇപ്പം 10 കോടി ഇൻവെസ്റ്റ്മെന്റ് വന്നൊരു കമ്പനിയുടെ 5% ഷെയർസ് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ആ 10 കോടി ഓൾറെഡി നമ്മൾ നാഷണൽ ഇൻകത്തിൽ പരിഗണിച്ചതാണ്. പിന്നെ നിങ്ങൾ മേടിച്ച ഷെയർസോടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ ഡബിൾ കൗണ്ടിങ് ആണ്. എന്ന് മാത്രമല്ല, നിങ്ങൾ അവിടെ ഷെയർസ് മേടിച്ചപ്പോൾ അവിടെ നാഷണൽ ഇൻകത്തിൽ എന്ത് പ്രൊഡക്ഷൻ ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, നത്തിങ്, ഒരു പ്രൊഡക്ഷൻ അവിടെ ഇല്ല. അതുപോലെ ഡയറക്റ്റ് GDP-യിൽ അതിനൊരു ഇമ്പാക്റ്റും ഇല്ല. എന്ന് മാത്രമല്ല, കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി കൗണ്ട് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും ബൈങ് ന്യൂ ഷെയർസ് എന്ന് പറയുന്നത് എന്തല്ല, നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ എടുത്ത് കഴിയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഏത് മാത്രമാണ്, എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ്. ഒരിക്കലും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പരിഗണിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുന്ന ഫാക്ടറീസ്, എക്യുപ്മെന്റ്സ്, ന്യൂ ബിൽഡിംഗ്സ്, ഇതൊക്കെ എന്താണ്, ഡയറക്റ്റ് ഫിസിക്കൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. നമുക്ക് എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് പരിഗണിച്ച് നാഷണൽ ഇൻകത്തിൽ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാം. എന്നാൽ ഷെയർ മാർക്കറ്റിലെ സ്റ്റോക്സ്, ബോൺസ്, ഫിനാൻഷ്യൽ അസറ്റ്സ് ഒക്കെ മേടിക്കുന്ന എക്സാക്ട്ലി എന്താണ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു കാരണവശാലും നമ്മൾ എവിടെ പരിഗണിക്കത്തില്ല, നാഷണൽ ഇൻകത്തിൽ നമ്മൾ പരിഗണിക്കില്ല എന്നുള്ളതാണ്. അടുത്തത് പറയുന്നത് ബൈങ് എ കാർ ബൈ എ പബ്ലിഷിംഗ് ഹൗസ്. ഇവിടെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ പോയിന്റ് ആണ്. കാർ മേടിക്കുന്ന ആരെന്ന് അനുസരിച്ചിരിക്കും അത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ടാക്സി സർവീസ് കമ്പനി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ യൂബർ ഒരു ഏതാ പറഞ്ഞിരിക്കുന്നത്, കുറച്ച് കാറുകൾ മേടിച്ച് അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നേരെ തിരിച്ച് ഇവിടെ പബ്ലിഷിംഗ് കമ്പനിയാണ് കാർ മേടിക്കുന്നത്. പർപ്പസ് എന്തിനു വേണ്ടിയാ, ബുക്സ് പ്രൊഡ്യൂസ് ചെയ്യാനല്ല. ഓൾറെഡി ബുക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് അവിടെ ഒരു മിഷനറി ഉണ്ട്, പ്രസ് ഉണ്ട്, എല്ലാ എക്യുപ്മെന്റ്സും അവിടെ ഉണ്ട്. അതാണ് അവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അവർ കാർ മേടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബുക്സിന് വേണ്ടിയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബുക്സിന് വേണ്ടിയാണ്, നിങ്ങൾ ഡെലിവറിക്ക് വേണ്ടിയാണ്. അതൊരിക്കലും എന്തല്ല, ഇൻവെസ്റ്റ്മെന്റ് അല്ല. പിന്നെ അത് നാഷണൽ ഇൻകത്തിൽ എന്താണ് പരിഗണിക്കുന്നത്, ഇന്റർമീഡിയറ്റ് കൺസംഷൻ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഒരു ഡെലിവറി പർപ്പസിന് വേണ്ടി ഒരു പബ്ലിഷിംഗ് ഹൗസ് കാർ മേടിച്ചു കഴിഞ്ഞാൽ നാഷണൽ കമ്പ്യൂട്ടേഷൻ അത് എന്തല്ല, ഇൻവെസ്റ്റ്മെന്റ് അല്ല. നേരെ തിരിച്ച് ഒരു ടാക്സി സർവീസ് കമ്പനി ഒരു കാർ മേടിച്ചു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കും. ഇവിടെ ഡെലിവറിക്ക് വേണ്ടി മേടിക്കുമ്പോൾ അത് എക്സാക്ട്ലി എന്തല്ല, ഇൻവെസ്റ്റ്മെന്റ് അല്ല, പിന്നെ എന്താണ്, ഇന്റർമീഡിയറ്റ് കൺസംഷൻ ആണ്. കാരണം കമ്പനി ഓൾറെഡി ബുക്സ് അല്ലേ പബ്ലിഷ് ചെയ്യുന്നത്. ആ ബുക്സിന്റെ പ്രൊഡക്ഷനിൽ അവർക്കൊരു ഫാക്ടറി ഉണ്ട്, പ്രസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട മിഷനറീസ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ലാൻഡ് ഉണ്ട്. അതാണ് അവിടെ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ അവർ എന്താണ് ചെയ്യുന്നത്, കാർ മേടിക്കുന്ന ഏത് പർപ്പസിന് വേണ്ടി, ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയാണ്. ഡിസ്ട്രിബ്യൂഷന് വേണ്ടി മേടിക്കുമ്പോൾ അത് എക്സാക്ട്ലി അവിടെ എന്താണ്, ഇന്റർമീഡിയറ്റ് കൺസംഷൻ ആണ്. അപ്പോൾ ഒരിക്കലും നമുക്കത് GDP-യിൽ കാൽക്കുലേഷനിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ അപ്പൊ നമുക്കിവിടെ പരിഗണിക്കാൻ സാധിക്കുന്നത് എന്താണ്,
നാഷണൽ ഇൻകം നമ്മൾ പരിഗണിക്കുമ്പോൾ എന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ പരിഗണിക്കുള്ളൂ. ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനത്തെ സംഭവ കാര്യങ്ങളൊന്നും പരിഗണിക്കത്തില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനും ഒരു പബ്ലിഷിംഗ് ഹൗസ് മേടിച്ച് കഴിഞ്ഞാൽ അത് ഇന്റർമീഡിയറ്റ് കൺസംഷൻ ആയിട്ട് മാത്രമേ നമ്മുടെ പരിഗണിക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ബൈങ് എ ന്യൂ കാർ ബൈ എ ഹൗസ് ഹോൾഡ്. സി സ്റ്റാൻഡേർഡ്സ് എടുത്ത് കഴിയുമ്പോഴത്തേനും ഇത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല. ഇൻവെസ്റ്റ്മെന്റ് അതായത് സ്റ്റാൻഡേർഡ് നാഷണൽ ക്യാപിറ്റൽ. കാരണം ഇതെന്താണ്, ഒരു ഹൗസ് ഹോൾഡ് ഡ്യൂറബിൾ കമ്മ്യൂണിറ്റിയുടെ കൺസംഷൻ ആണ്, പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് അവിടെ പരിഗണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ബേസിക്കലി പറയുമ്പോൾ ഒരു ഹൗസ് ഹോൾഡ് കാർ മേടിച്ച് കഴിഞ്ഞാൽ അത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്, അല്ലാതെ എന്തല്ല ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്നുള്ളതാണ്. എന്നാൽ ആ കമ്മ്യൂണിറ്റി ഒരു ഡ്യൂറബിൾ കമ്മ്യൂണിറ്റിയാണ് എന്ന് മാത്രമല്ല, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്തില്ല, ഓൺലി എ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ എയോട് നമ്മൾ എന്തെങ്കിലും പരിഗണിക്കണം. അപ്പൊ എന്തെങ്കിലും പരിഗണിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും ഭയങ്കര തെറ്റാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിലുള്ള ഷെയർസിന്റെ ബൈങ്, ഇന്റർമീഡിയറ്റ് കൺസംഷന്റെ ബൈങ്, അതൊന്നും നമുക്ക് ഓപ്ഷൻ നമുക്ക് പരിഗണിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ കുറച്ചെങ്കിലും കറക്റ്റ് ആൻഡ് പോസിബിലിറ്റി ഉള്ള അതിനകത്ത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഹൗസ് ഹോൾഡ് കാർ മേടിക്കുന്നതോടെ നമുക്ക് ഓപ്ഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ക്ലാരിഫിക്കേഷൻ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓൺലി എ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് അവിടെ ഇല്ല. അതാണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. അതില്ലാത്തത് കൊണ്ട് നമ്മൾ എന്താണ് A+D എന്ന് പറയുന്ന ഡി ഓപ്ഷൻ നമ്മുടെ കറക്റ്റ് ആൻസർ പരിഗണിക്കും. പക്ഷേ ഡി പരിഗണിക്കുമ്പോഴും കാറിന്റെ കൺസംഷൻ നമ്മളവിടെ പരിഗണിക്കുന്നത്. കാറിന്റെ കൺസംഷൻ എക്കണോമിക്സിൽ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് അല്ല. പക്ഷേ ഈ ക്വസ്റ്റിന്റെ കോംപ്ലക്സ് നേച്ചർ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേനും അതൊരു ഫ്ലോ നേച്ചറുള്ള ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് തന്നെ എക്സാക്ട് നമ്മളോട് എന്താണ് തന്നിരിക്കുന്ന ആൻസേഴ്സ് വെച്ചിട്ട് സ്റ്റിൽ അതിനൊരു ആൻസർ നമ്മൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേതാണ് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്, A+D ആണ്. പക്ഷെ ഇതിന്റെ കോംപ്ലിക്കേഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. A+D എന്ന് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും സ്റ്റാൻഡേർഡ് നാഷണൽ ഇൻകം എടുക്കുമ്പോൾ ബൈങ് എ കാർ ബൈ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അല്ല. പക്ഷേ ഈ ക്വസ്റ്റിന്റെ കോമ്പിനേഷൻ എടുത്ത് നോക്കിയതിന് നമുക്ക് ഡി ആൻസർ ആയിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരുന്നതാണ്. വളരെ വ്യക്തമായിട്ട് ഞാൻ ഇന്റർപ്രിട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും. പുതിയ ഹൗസ് മേടിച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഷെയർസ് മേടിച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരിക്കലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് GDP-യിൽ വാല്യൂ അഡിഷൻസ് ഇല്ലാത്തതുകൊണ്ട് പരിഗണിക്കാൻ സാധിക്കത്തില്ല. ആൻഡ് ദെൻ അതേപോലെ തന്നെ കാർ മേടിച്ച് കഴിഞ്ഞാൽ ഊബർ കമ്പനി ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, പബ്ലിഷിംഗ് ഹൗസ് ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് കൺസംഷൻ ആണ്. സോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കാൻ സാധിക്കത്തില്ല. പിന്നെ ബൈങ് എ കാർ എടുത്തു കഴിഞ്ഞാൽ യൂഷ്വൽ കേസിൽ അതെന്താണ്, പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഡ്യൂറബിൾ കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും നമുക്ക് വേറെ ഓപ്ഷൻസ് കോമ്പിനേഷൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ടും നമ്മൾ ഡി കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. കറക്റ്റ് ആൻസർ വേണ്ട ഓൺലി എ എന്നുള്ളതാണ്. അങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഡി നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരുന്നു. ക്ലിയർ ആയോ? ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? എത്രത്തോളം കോംപ്ലക്സ് ആയിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നുള്ളതും ഞാനത് ക്ലിയർ തന്ന മെത്തേഡ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയോ? യെസ് ഓർ നോ? പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണേ. ഇനി ഇവിടെ നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. സെഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം തെറ്റ് പഠിച്ചു വെക്കരുത്. ഒരിക്കലും ഒരു ഹൗസ് ഹോൾഡ് കാർ മേടിച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ അതെന്തല്ല, ഇൻവെസ്റ്റ്മെന്റ് അല്ല, പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ ഈ ക്വസ്റ്റിന്റെ കോമ്പിനേഷനിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. എല്ലാ ഓപ്ഷനും തെറ്റാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തെറ്റ് കുറവുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യണ്ടേ. അതാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ക്വൈറ്റ് നാച്ചുറൽ. നമ്മൾ എത്ര ബലം പിടിച്ചിട്ടും കാര്യമില്ല. ഒബ്ജക്റ്റീവ് ക്വസ്റ്റിന്റെ പ്രധാനപ്പെട്ട നേച്ചറും അത് തന്നെയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കിയാലോ? നോക്കാം. ഓൾമോസ്റ്റ് 2 hours ആകുമ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ, സോ ഓൺലൈൻ ആയതുകൊണ്ട് പല ആൾക്കാരും അത് ഇതൊക്കെ പോകുന്നുണ്ട്. സോ എനിവേ ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നോക്കാം. ഇതൊരു NDA വരുന്നതിന് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പുതിയ ഫോർമാറ്റിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല കേട്ടോ. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ക്ലോസ്ഡ് ഇക്കോണമി 3 sector മോഡലാണ് തന്നിരിക്കുന്നത്. ക്ലോസ്ഡ് ഇക്കോണമി 3 sector മോഡലാണ് തന്നിരിക്കുന്നത്. ആൻഡ് ദെൻ അതിന്റെ കറക്റ്റ് നാഷണൽ ഇൻകം ഐഡന്റിഫൈ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നത് ഏതാണ് ക്ലോസ്ഡ് ഇക്കോണമി 3 sector മോഡൽ നാഷണൽ ഇൻകം ഐഡന്റിറ്റി? നമുക്കറിയാം എക്സ്പെൻഡിച്ചർ മെത്തേഡാണ് C+I+G+ നെറ്റ് എക്സ്പോർട്സ് ആണ് നാഷണൽ ഇൻകം ഐഡന്റിറ്റി. വാല്യൂഡ് മെത്തേഡ് ആണെങ്കിൽ കറക്റ്റ് മെത്തേഡ് എന്താണെന്ന് നമുക്കറിയാം. ഗ്രോസ് ഇൻകം മെത്തേഡ് ആണെങ്കിൽ മെത്തേഡ് എന്താണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ 3 sector മോഡലാണെങ്കിൽ നാഷണൽ ഇൻകം ഐഡന്റിറ്റി എന്താണ്? ഓക്കെ, സോ അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൗസ് ഹോൾഡ് സേവിംഗ്സ് ഈക്വൽ ടു നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇത് 2 sector മോഡലാണ്. ഹൗസ് ഹോൾഡ് സേവിംഗ്സ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. ഇതും 2 sector മോഡലാണ്. ഹൗസ് ഹോൾഡ് സേവിംഗ്സ് പ്ലസ് ഡിപ്രീസിയേഷൻ ഈക്വൽസ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് സ്പെൻഡിങ്. ഇത് ഒരു പരിധി വരെ 3 sector മോഡലാണ്. പക്ഷെ അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഗവൺമെന്റ് ടാക്സ് ഇവിടെ പരിഗണിച്ചിട്ടില്ല. ഇത് ഹൗസ് ഹോൾഡ് സേവിംഗ്സ് പ്ലസ് ടാക്സസ് പ്ലസ് ഡിപ്രീസിയേഷൻ ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് സ്പെൻഡിങ്. ഇതാണ് ഒരു 3 sector മോഡലിന്റെ കറക്റ്റ് റെപ്ലിക്കേഷൻ, ഓപ്ഷൻ ഡി. അപ്പൊ അതിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് എന്താണ് 3 sector മോഡൽ നമുക്ക് പറയണം. അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇക്കോണമി മോഡലാണ്. ക്ലോസ്ഡ് ഇക്കോണമി മോഡൽ 3 sector മോഡലാണ്. നെറ്റ് എക്സ്പോർട്ട് അവിടെ ഇല്ല.
y is equal to എന്താണ് C plus I plus G എന്ന് നമുക്ക് അവിടെ പറയേണ്ടി വരും. നമ്മൾ നേരത്തെ എക്സ്പ്ലിസിറ്റ് മെത്തേഡിൽ കണ്ട നെറ്റ് എക്സ്പോർട്സ് അങ്ങ് എടുത്ത് മാറ്റുവാണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് ഇക്കോണമി മോഡായിട്ട് മാറും. 3 സെക്ടർ ആണ്. ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ അവിടെ എന്തുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ആൻഡ് ദെൻ ദി കൺസപ്ഷൻ ഉണ്ട്. കൺസപ്ഷനും ഇൻവെസ്റ്റ്മെന്റും ഗവൺമെന്റ് സ്പെൻഡിംഗും ആണ് നമ്മളോട് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നാഷണലിൽ നമ്മൾ സേവിംഗ് പരിഗണിക്കാറില്ല, പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സേവിംഗ് ആണെന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട 3 സെക്ടർ മോഡ് നമ്മൾ പരിഗണിക്കേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് സോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവിംഗ് ആണ്. അപ്പം 3 സേവിങ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? നാഷണൽ സേവിങ്സ്, ഗവൺമെന്റ് സേവിങ്സ്, ഹൗസ് ഹോൾഡ് സേവിങ്സ്. ഒരു വ്യക്തിയുടെ സേവിംഗ് എന്ന് വെച്ചാൽ എന്താണ്, എക്സസ് ഓഫ് യുവർ ഇൻകം ഓവർ യുവർ കൺസംഷൻ ആൻഡ് ദെൻ ദി സബ്സ്ട്രാക്ഷൻ ഓഫ് ടാക്സ് ആണ്. അതായത് നിങ്ങളുടെ സേവിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് കൺസംഷനും ടാക്സും കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ട് ആണ് നിങ്ങളുടെ എന്ത്, സേവിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് സേവിംഗ് എന്താണ്, ടാക്സ് വഴി കളക്ട് ചെയ്യപ്പെട്ട ഇൻകം, അതിൽ നിന്ന് ഗവൺമെന്റ് സ്പെൻഡിങ് കുറച്ച് കഴിഞ്ഞാൽ മിച്ചമുള്ളത് എന്താണോ നമ്മളെ സംബന്ധിച്ച് അതാണ് എന്ത്, ഗവൺമെന്റ് സേവിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നാഷണൽ സേവിംഗ് എന്താണ്, ഹൗസ് ഹോൾഡ് സേവിംഗും അതുപോലെ തന്നെ നാഷണൽ സേവിംഗും ചേരുന്നതാണ്. ഹൗസ് ഹോൾഡ് സേവിംഗ് എന്ന് വെച്ചാൽ എന്താണ്, എസ് ആണ്. ഓക്കെ, അതായത് ഇൻകത്തിൽ നിന്ന് കൺസംഷൻ ടാക്സും കുറയ്ക്കുന്ന എമൗണ്ട്, അതാണ് ഹൗസ് ഹോൾഡ് സേവിംഗ് എസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റ് സേവിംഗ് എന്താണ്, ടാക്സ് കളക്ഷൻ വഴി ഗവൺമെന്റ് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഗവൺമെന്റ് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ടി മൈനസ് ജി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എസ് പ്ലസ് ടി മൈനസ് ജി ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതാണ് ക്ലോസ്ഡ് ഇക്കോണമി മോഡൽ നമ്മൾ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും സേവിംഗ് എന്താണ്, അതെങ്ങനെയാണ് ആ സേവിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഓവറോൾ എക്കോണമിയുടെ ഇൻവെസ്റ്റ്മെന്റ് സോഴ്സ് ആണെന്ന് നമ്മളവിടെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ ഒരു ക്ലോസ്ഡ് ഇക്കോണമി മോഡലിന്റെ ഐഡന്റിറ്റി നമ്മൾ പറയുമ്പോൾ ഐഡന്റിറ്റി ഇങ്ങനെയാണ് വരേണ്ടത്. നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പറഞ്ഞില്ലേ, C plus I plus G plus നെറ്റ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇവിടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്താണെന്ന് അറിയോ? ഇതാണ് ഐഡന്റിറ്റി. സേവിംഗ് പ്ലസ് ടാക്സസ് പ്ലസ് ഡിപ്രീസിയേഷൻ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് സ്പെൻഡിങ്. നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോണം. ഇതാണ് ഒരു ക്ലോസ്ഡ് ഇക്കോണമി മോഡലിന്റെ നാഷണൽ ഇൻകം ഐഡന്റിറ്റി. സേവിങ്സ് പ്ലസ് ടാക്സ് പ്ലസ് ഡിപ്രീസിയേഷൻ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് സ്പെൻഡിങ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എടുത്തു നോക്കി. ആ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് കണ്ടോ? സേവിങ്സ് പ്ലസ് ഡിപ്രീസിയേഷൻ അല്ലെ, സേവിങ്സ് പ്ലസ് ടാക്സ് പ്ലസ് ഡിപ്രീസിയേഷൻ, സേവിങ് ടാക്സ് ഡിപ്രീസിയേഷൻ. ഐഡന്റിറ്റി എടുത്തു നോക്കി. സേവിങ് ടാക്സ് ഡിപ്രീസിയേഷൻ ദാറ്റ്സ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് സ്പെൻഡിങ്. സേവിങ് ടാക്സ് ഡിപ്രീസിയേഷൻ, ഇത് മൂന്നോട് ആഡ് ചെയ്യുന്ന എന്തിനു തുല്യമായിരിക്കണം? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ആബ്സല്യൂട്ട്ലി ഓപ്ഷൻ ഡി ആണ് നമുക്ക് അവിടെ എന്തായിട്ട് വരേണ്ടത്, കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇതൊരു പഴയ ഫോർമാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് NDA വന്നതിന് ശേഷം ചോദിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു പരിചയത്തിന് വേണ്ടി ഉൾപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് ക്ലോസ്ഡ് ഇക്കോണമി മോഡലിന്റെ നാഷണൽ ഇൻകം ഐഡന്റിറ്റിയോട് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? സേവിംഗ് പ്ലസ് ടാക്സ് പ്ലസ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? ഗവൺമെന്റ് സ്പെൻഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണെന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഹൗസ് ഹോൾഡ് സേവിങ്സ് ഈക്വൽസ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൗസ് ഹോൾഡ് സേവിങ്സ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് 2 സെക്ടർ മോഡലാണ്. നമ്മൾ പ്രധാനമായിട്ട് എന്ത് മിസ് ചെയ്യുന്നുണ്ട്? 3 സെക്ടർ മോഡൽ നമ്മൾ പറയുന്ന ഗവൺമെന്റ് സ്പെൻഡിങ്ങും ടാക്സും കൂടെ ഉണ്ട്. അതോടെ ചേർന്നാലേ അതൊരു 3 സെക്ടർ മോഡൽ ആവുള്ളൂ അല്ലെ. 3 സെക്ടർ മോഡൽ C plus I plus G ആണ്. അപ്പൊ ജിയും ടാക്സും ഇല്ല നമുക്ക് എങ്ങനെയാണ് ഒരു 3 സെക്ടർ മോഡൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്? അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ തെറ്റാണ്. ഹൗസ് ഹോൾഡ് സേവിങ്സും നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും എന്താണ് അത് നാഷണൽ ഇൻകം ഐഡന്റിറ്റി ആയിട്ട് പറയാൻ സാധിക്കത്തില്ല ഓപ്ഷൻ എ. ഓപ്ഷൻ ബിയിലും അത് തന്നെയാണ് പ്രശ്നം. ഹൗസ് ഹോൾഡ് സേവിങ്സും ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റും പറഞ്ഞിരിക്കുന്നത്. എക്സാക്ട്ലി നമുക്ക് അവിടെ മിസ്സിംഗ് ആവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് സ്പെൻഡിങ്ങും ഗവൺമെന്റ് ടാക്സും ഇതും 2 സെക്ടർ മോഡലാണ്. ഒരിക്കലും നമുക്ക് എന്തെന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല. ഒരു 3 സെക്ടർ മോഡൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഓപ്ഷൻ ബി എടുത്ത് ചെയ്യുന്നതിനും സെയിം സിറ്റുവേഷൻ ഓപ്ഷൻ സിയിലേക്ക് വന്നു കഴിയുന്നതിനും ഒരു പരിധി വരെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഹൗസ് ഹോൾഡ് സേവിങ്സ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഇവിടെ വിട്ടുപോയല്ലോ, ഹൗസ് ഹോൾഡ് സേവിങ്സും ഡിപ്രീസിയേഷനും കൂടെ ടാക്സ് ഇവിടുന്ന് മിസ്സിംഗ് ആണ്. ടാക്സ് കൂടെ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് അവിടെ മാറുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എക്സാക്ട്ലി സെയിം ആണ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ദി ഗവൺമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സാക്ട് ഗവൺമെന്റ് സ്പെൻഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. ടാക്സ് മാത്രം ഇവിടെ എന്താണ് മിസ്സായിപ്പോയി. അത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള എവിടെയാണ്? ഓപ്ഷൻ ഡിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി നാഷണൽ ഇൻകം ഐഡന്റിറ്റി ഇതാണ്. ഒരു ക്ലോസ്ഡ് ഇക്കോണമി 3 സെക്ടർ മോഡൽ. സേവിങ്സ് പ്ലസ് ടാക്സസ് പ്ലസ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ദി ഗവൺമെന്റ് സ്പെൻഡിംഗ്. ഓക്കെ, സോ അപ്പൊ ക്വസ്റ്റിന്റെ ആൻസർ നമ്മളെ സംബന്ധിച്ച് വരുന്നതാണ് ഓപ്ഷൻ ഡി ആണ്. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ റീസെന്റ് ആയിട്ട് NDA വന്നതിന് ശേഷം ചോദിച്ചിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈമിലാണെങ്കിൽ അവിടെ എന്ത് ചോദിച്ചിരുന്നു? 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചത്. ലാസ്റ്റ് ടൈമിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 എണ്ണം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഫൈനലി കൺക്ലൂഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതൊരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടൈം ചോദിച്ചാണ് ഡിസംബറിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പെൻഡിച്ചർ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. ആൻഡ് ദെൻ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ വീണ്ടും നമ്മളോട് ചോദിച്ചിരിക്കുന്നു നേരിട്ട്
3 ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടൈം നമുക്ക് അവിടെ ചോദിച്ചു എന്നുള്ളതാണ്. അപ്പൊ വളരെ നന്നായിട്ട് പഠിച്ചിട്ട് പോവാ. മിനിമം ഒരു ക്വസ്റ്റ്യൻ, മാക്സിമം ഓഫ് 3 ക്വസ്റ്റ്യൻസ് വരെ പോസിബിലിറ്റി ഒരു സിലബസ് ഏരിയ ആണ് നാഷണൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് മാത്രം കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഞാനവിടെ തന്നിരിക്കുന്ന നോട്ട്സ് ഉണ്ട്, LMS കറക്റ്റ് ആയിട്ട് നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, കറക്റ്റ് ആയിട്ട് എടുത്ത് പഠിക്കുക, ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക എന്നതാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ സെഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ബൈ ബൈ, സീ യു.